അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട IGM-ൻ്റെ സഹോദരിമാരെ, ജില്ലാ ഭാരവാഹികളെ, നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു പോസ്റ്റ് മോഡേണിസം കാലഘട്ടത്തിലാണ് അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ സെഷനിൽ മോഡേണിസത്തിൻ്റെ പുതിയ തിയോളജികളും അത് എങ്ങനെ സമൂഹത്തിൽ ക്യാമ്പസുകളിൽ എങ്ങനെ അതിനെ സ്വാധീനം ചെലുത്തുന്നു എന്നൊക്കെ നമ്മളൊരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റി. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മതമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ മതമാണ്. ഈ ഇസ്ലാം ലോകാവസാനം വരെ ഉള്ള മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ജീവിത മാർഗരേഖ കൂടി അതിൻ്റെ കൂടെ നൽകപ്പെട്ടിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് 2 ജെൻഡറുകളാണുള്ളത്. ഒന്ന് സ്ത്രീ, മറ്റൊന്ന് പുരുഷൻ. അടിസ്ഥാനപരമായിട്ട് ഈ 2 ജെൻഡറുകളിലാണ് ഇസ്ലാം അതിനെ കാണുന്നത്. ജെൻഡർ ഇൻ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് എന്ന ഈ ഒരു സെഷനിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് പൊതുവെ ജെൻഡറിനെ കുറിച്ചും ഗേൾസ് കോൺക്ലേവ് എന്ന നിലയിൽ സ്ത്രീകളെ ഫോക്കസ് ചെയ്തുകൊണ്ടും സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജെൻഡറിനെ കുറിച്ച് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? ഇപ്പോൾ LGBTQ, ഈ ഒരു LGBT വിഭാഗങ്ങളെ പറ്റി നമുക്കൊക്കെ ഒരുപാട് അറിയും, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതൊന്നും പഠിച്ചിട്ടില്ലാത്തവർ 7-ാം നൂറ്റാണ്ടിൽ നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നൊക്കെ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു LGBT വിഭാഗങ്ങളെ പറ്റിയിട്ട് ഇസ്ലാമിൻ്റെ ഒരു നിലപാട് എന്താണ്? അതുപോലെ ലെസ്ബിയൻ, ഗേ, ട്രാൻസ്ജെൻഡർ പോലെയുള്ള വിഭാഗങ്ങളെ ഇസ്ലാം ശരിക്കും അംഗീകരിക്കുന്നുണ്ടോ? അവർ ഈ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഇസ്ലാം ഇപ്പോൾ കൊടുക്കുന്ന ഒരു പ്രതിവിധി എന്തായിരിക്കും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ കഴിഞ്ഞ പാനൽ ഡിസ്കഷനിൽ പറഞ്ഞ ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു ഭാഗം, ഈ ടോപ്പിക്കിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ പാനൽ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. LGBTQ എന്ന് പറയുന്ന ആശയം, അല്ലെങ്കിൽ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, നിങ്ങളൊക്കെ ഒരുപാട് കേട്ട ലെസ്ബിയൻ, ഗേ, സ്വർഗാനുരായികൾ, ഹോമോസെക്ഷൽസ്, ട്രാൻസ്ജെൻഡേഴ്സ്, ഇത്തരത്തിലുള്ള വാക്കുകൾ, അതിൻ്റെ മോഡേൺ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരുപാട് വിഷയങ്ങൾ കഴിഞ്ഞ പാനൽ ഡിസ്കഷനിൽ പറഞ്ഞു. ഇവിടെ നമ്മൾ ഇസ്ലാം പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ ലളിതമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ജെൻഡേഴ്സേ ഉള്ളൂ. മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ലെസ്ബിയൻ, ഗേ അഥവാ ഹോമോസെക്ഷുവാലിറ്റി, സ്വർഗരതി, അത് ഇസ്ലാമിൽ നിഷിദ്ധവുമാണ്. അതെന്തുകൊണ്ട് നിഷിദ്ധമാണ്, എന്താണ് അതിലെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, നേരത്തെ പാനൽ ഡിസ്കഷനിൽ ഒരുപാട് ജെൻഡർ പൊളിറ്റിക്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ വിഭാഗം ആളുകളുടെ ജീവിതത്തെ കൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ ജെൻഡറുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ പാനൽ ഡിസ്കഷൻ പറഞ്ഞിരുന്നു, ഒന്നുകിൽ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആയ ആളുകളാണ് അവർ. ആ പുരുഷനോ സ്ത്രീയോ ആയിരിക്കെ ഞങ്ങൾ അതല്ല എന്നവർ പറയാണ്. അപ്പോൾ അത്തരത്തിൽ മറ്റൊരു ജെൻഡറായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന വേളയിൽ ഒരുപാട് സർജറികൾ ചെയ്യേണ്ടി വരും, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. ഈ ട്രീറ്റ്മെൻറ്റുകളിലൂടെ അവരുടെ ജീവിതം എത്തപ്പെടുന്നത് വളരെ പാത്തറ്റിക് ആയ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇത് ആത്മഹത്യകളിലേക്ക് നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സിവിയർ ആയിട്ടുള്ള ഹോർമോൺ വേരിയേഷൻസ് കൊണ്ട്, മൂഡ് സ്വിങ്സ് കൊണ്ട് ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പ്രയാസം അവർക്ക് ഈ ജെൻഡർ പൊളിറ്റിക്സ് നിർദ്ദേശിക്കുന്ന പരിഹാരത്തിലൂടെ വരുന്നു. അതേപോലെ തന്നെ ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ, സ്വർഗാനുരായികളായിട്ടുള്ള ആളുകൾ, ഗെയ്സിലൊക്കെ കാണുന്ന രോഗങ്ങൾ വളരെ വലുതാണ്, വളരെ വലിയ രോഗങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ HIV അഥവാ എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ. എയ്ഡ്സിൻ്റെ ഒക്കെ ആദ്യത്തെ പേര് ഗ്രിഡ് എന്നാണ്. എയ്ഡ്സിൻ്റെ ആദ്യത്തെ പേര് ഗ്രിഡ് എന്നാണ്, ഗേ റിലേറ്റഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി എന്നാണ്. അപ്പോൾ ഗേകളിൽ മാത്രം കണ്ടുവരുന്ന രോഗമാണെന്നാണ് എയ്ഡ്സിനെ പറ്റി ആദ്യം ധരിച്ചിരുന്നത്. അത്രമേലധികമാണ് ഗേകളിൽ ഇതിൻ്റെ പ്രസൻസ്. അപ്പോൾ ഇത്രമേൽ വലിയ പ്രയാസങ്ങളിലൂടെ, ജീവിത സാഹചര്യങ്ങളിലൂടെ ആളുകൾ കടന്നു പോകുകയാണ്. അപ്പോൾ ഞാൻ ആ പ്രയാസങ്ങളെ പറ്റിയും അതിൻ്റെ അപകടങ്ങളെ പറ്റിയും ഇനിയും ഒരുപാട് വിശദീകരിക്കുന്നില്ല. അനേകം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കുടുംബ ബന്ധം രൂപീകരിക്കാൻ കഴിയില്ല, മക്കൾ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയില്ല, പോപ്പുലേഷൻ അടക്കമുള്ള സാമൂഹിക പ്രശ്നങ്ങളും അവിടെ ഒരുപാട് വലിയ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് ജെനറ്റിക്കലാണോ? ഒരാൾ ജനിക്കുന്നത് തന്നെ ഹോമോസെക്ഷൽ ആയിട്ടാണോ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടാണോ? അല്ല, ജെനറ്റിക്കൽ ആണെന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ജെനറ്റിക്കൽ അല്ലെങ്കിൽ ജന്മനായുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇതെങ്ങനെ ആളുകൾക്ക് ഉണ്ടാവുന്നു? നമുക്ക് കാണാൻ കഴിയുന്നത് സാമൂഹികമായ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ,
സാമൂഹ്യ നിർമ്മിതികളായി അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു 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 നിയന്ത്രണം കൊണ്ടുവന്ന് ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ ലിസ ലിറ്റ്മാൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്. അവരുടെ റിസർച്ചിൽ അവർ പറയുന്ന ഒരു കാര്യം, ദർ ഇസ് എ പ്രോസസ് കോൾഡ് ROGD, റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ളതാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക്, ഇപ്പോൾ ചില ആളുകൾക്ക് സൈക്കോളജിക്കൽ ഒരു പ്രശ്നം ഉണ്ടാവും, ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം, വളരെ 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 മൈന്യൂട്ട് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഞങ്ങൾ ഏത് ജെൻഡറിലാണെന്നുള്ള കൺഫ്യൂഷൻ, ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ. അത് അല്ല പല ആളുകളും ട്രാൻസ്ജെൻഡറുകൾ എന്ന് പറഞ്ഞു വരുന്ന ആളുകളൊന്നും ഇതല്ല എന്നാണ് ഡോക്ടർ ലിസ ലിറ്റ്മാൻ പറയുന്നത്. ലിസ ലിറ്റ്മാൻ പറയുന്നത് അവരിലൊക്കെ ഉള്ളത് റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ളതാണ്. അഥവാ ഈ സാമൂഹികമായിട്ടുള്ള പല ബന്ധങ്ങളിലൂടെ അവരുടെ പിയേഴ്സ്, അഥവാ അവരുടെ സുഹൃത്തുക്കൾ, അതേപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ, ഇങ്ങനെ പല ഇടങ്ങളിൽ നിന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് ഇവർക്ക് സ്വാഭാവികമായിട്ടും മറ്റു പല പ്രശ്നങ്ങളിലൂടെ ഉണ്ടാകുന്ന ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ജെൻഡർ ഡിസ്ഫോറിയ കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം അവർക്ക് തോന്നുക. അത് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ കുറേ കാണുന്നു, ഇവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് കേൾക്കുന്നു, ടീച്ചേഴ്സിലൂടെ കേൾക്കുന്നു. അപ്പോൾ ഇത് കേട്ട് അവർക്ക് തോന്നുക നോർമലി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റി, ഡിപ്രഷൻ പോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ട്രാൻസ്ജെൻഡറുകൾ ആയതുകൊണ്ടാണ് എന്ന് അവർക്ക് തോന്നുക, ജെൻഡർ ഡിസ്ഫോറിയ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് തോന്നുക. അതായത് ആക്ച്വലി ഈ പ്രശ്നമില്ലാത്ത ആളുകൾക്ക് ഈ സാമൂഹിക നിർമ്മിതി കൊണ്ട് ഈ പ്രശ്നം വരുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് കണക്കുകളിലും കാണാൻ കഴിയും. ഇപ്പൊ UK 4000% വർധനവ് കാണാൻ കഴിയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ എണ്ണത്തിൽ. 4000% എന്ന് പറഞ്ഞാൽ 400 ഇരട്ടി വർധനവ്. അതേപോലെ തന്നെ നമുക്ക് ലണ്ടനിൽ കാണാൻ കഴിയുന്നത് 30 മടങ്ങാണ് ജെൻഡർ ക്ലിനിക്കുകൾ കൂടുന്നത്. ഇതിനർത്ഥം ഈ പ്രശ്നം സാമൂഹികമായി ഇവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എല്ലാവർക്കും നിരന്തരം ഇത് പറഞ്ഞു കൊടുത്ത്, അറിവുകൾ കൊടുത്ത്, സോഷ്യൽ മീഡിയയിലൂടെ അത് കുത്തി നിറച്ച്, പിയേഴ്സിലൂടെയും ടീച്ചേഴ്സിലൂടെയും ഈ ഇൻഫർമേഷൻ കൊടുത്ത് ഈ ആളുകളെ ഈ നിലക്ക് മാറ്റുക എന്നുള്ളതാണ്. അത് എന്തിനാ മാറ്റുന്നത്? ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. ഇതുമായി ബന്ധപ്പെട്ട ജെൻഡർ റീഅസൈൻമെന്റ് സർജറി, ലിംഗമാറ്റ ശസ്ത്രക്രിയ, ഇത് ഇന്ന് $1 ബില്യൺ ബിസിനസ്സാണ്. ഈ ബിസിനസ്സിലൂടെ $1 ബില്യൺ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഒരു പക്ഷെ അതാവാം, കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആവാം, മറ്റു പല താല്പര്യങ്ങളും ആവാം. അത് വളരെ വിശാലമായി ഗവേഷണം ചെയ്യപ്പെടുന്ന ഒരു ഏരിയയാണ്. എന്തിനാണ് ഇവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി. ഇപ്പോൾ വേറൊരു കാര്യം, ഈ നിർമ്മിതിയിൽ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കുന്ന, നേരത്തെ പറഞ്ഞല്ലോ, വളരെ മൈന്യൂട്ടായിട്ട് ആളുകളിൽ മാത്രം കാണുന്ന സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിട്ടുള്ള ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ, ഈ ഡിസോർഡറിനെ കാണുന്നത് കൂടുതലും പുരുഷന്മാരിലായിരുന്നു ഒരു പരിധിയധികം വരെ കാലത്തിൽ. എന്നാൽ ഇന്ന് ഈ ട്രെൻഡ് വന്നതിന് ശേഷം, നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ ആളുകളെ ഈ തരത്തിലേക്ക് മാറ്റം തുടങ്ങിയതിനു ശേഷം പെൺകുട്ടികൾ ഇത് വളരെ വലിയ രീതിയിൽ കാണുന്നതാണ്. പുരുഷന്മാരിൽ ഭൂരിഭാഗമോ കണ്ടിരുന്ന ഈ പ്രക്രിയ എന്ന് ഇത് ഗേൾസ് കോൺക്ലേവ് കൂടിയാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 70% ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന സ്ത്രീകളിൽ നിന്നാണെന്നുള്ളതാണ്. ഡോക്ടർ വില്യം മെലോൺ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള സയന്റിസ്റ്റ് ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം എന്തുകൊണ്ട് സംഭവിക്കുന്നു, പെൺകുട്ടികളെ ആരാണ് ഇതിലേക്ക് നയിക്കുന്നത്, സോഷ്യലി അവർക്കില്ലാത്തൊരു പ്രശ്നം ഈ ആശയം പറഞ്ഞു ഉണ്ടാക്കുന്നത് ആരാണ്, അവരുടെ ലക്ഷ്യം എന്താണ്, ഇതിനെ തടയണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ വലിയൊരു ഓർഗനൈസേഷൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. SEGM എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഡോക്ടേഴ്സിന്റെ കൂട്ടായ്മയാണ്. അപ്പം പറഞ്ഞു വരുന്നത്, ചില ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ഇവർക്ക് കൊടുക്കുന്ന പരിഹാരം, ഇവർക്ക് കൊടുക്കുന്ന സൊല്യൂഷൻ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ഹോർമോൺ ട്രീറ്റ്മെന്റ് പോലെ, സർജറി പോലെ ഇവർക്ക് ശാരീരികമായോ മാനസികമായോ ഒരു ഉപകാരമുണ്ടെന്ന് തെളിയിക്കാൻ പറ്റാത്ത പരിഹാരങ്ങളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ സർജറിയിലൂടെ ഈ തരത്തിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാൾക്ക് സർജറിയിലൂടെ മാനസികമായൊരു സന്തോഷം ഉണ്ടാവും എന്നിവർ ക്ലെയിം ചെയ്യാണ്. അങ്ങനൊരു പഠനം വന്നിരുന്നു. ആ പഠനം ഡോക്ടേഴ്സിന്റെ എതിർപ്പ് കൊണ്ട് തിരുത്തേണ്ടി വരികയാണ്. ഡോക്ടേഴ്സ് പറയുമ്പോൾ എവിഡൻസ് കൊണ്ട് ഈ സർജറിയിലൂടെ അവർക്ക് മാനസികമായ എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്നുള്ളതിന് എവിഡൻസ് തരും. എവിഡൻസ് കൊടുക്കാൻ പറ്റാത്ത പഠനം തിരുത്തേണ്ടി വരികയാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്, ഈ സൊല്യൂഷൻസ്, ഈ പരിഹാരങ്ങൾ ഇവർക്ക് ചേർന്നതല്ല. ഇസ്ലാം ആരുടെ കൂടെ നോക്കുമ്പോൾ ഇവരുടെ കൂടെയാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ആർക്കെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അനുഭവിക്കുന്നവരുടെ കൂടെയാണ് ഇസ്ലാം. 2 കാര്യങ്ങളാണ് ഇസ്ലാം പറയുന്നത്. ഒന്ന്, സാഹചര്യങ്ങളിലൂടെ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരാണ് ഇസ്ലാം. 2, ഇവർക്ക് കൊടുക്കുന്ന പരിഹാരം അവരെ പ്രയാസപ്പെടുത്തുന്നു, അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ പരിഹാരങ്ങൾക്കും എതിരാണ് ഇസ്ലാം. ഇസ്ലാം ഇവർക്കൊപ്പമാണ്, ഇവർക്ക് ഈ പരിഹാരങ്ങൾ ചേരില്ല
ഇതുവരെ കൂടുതൽ പ്രയാസത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. കേരളത്തിലടക്കം ആത്മഹത്യകൾ നടന്നതാണ് ഈ സർജറിയുമായി ബന്ധപ്പെട്ട്. സർജറി ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ മനസ്സിൽ തോന്നുന്നത് എനിക്ക് ശാരീരികമായിട്ട് പ്രശ്നമല്ല, എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ പെണ്ണാണെന്ന് തോന്നുകയാണ്. അല്ല, അത് നേരത്തെ പറഞ്ഞതുപോലെ പല കാരണങ്ങളും അതിനുണ്ടാവാം. ഞാൻ അതിനുവേണ്ടി എൻ്റെ ശരീരം സർജറിയാണ്. ആ സർജറി ചെയ്തതിലെ പ്രശ്നം കൊണ്ട് ഞാൻ ആത്മഹത്യയാണ്. ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിയെടുത്ത് ഒരാളെ ജീവിതം കളയുന്നൊരവസ്ഥ. അവിടെ ഇസ്ലാം പറയുന്നു ഈ സൊല്യൂഷൻ ശരിയല്ല, ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന സിസ്റ്റവും ശരിയല്ല. ഇസ്ലാം കൊടുക്കുന്ന സിസ്റ്റം വളരെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ഇസ്ലാമിക രാജ്യത്ത് കുറവും. ഇവരെ സംബന്ധിച്ച് ജെൻഡർ ന്യൂട്രൽ സംസാരങ്ങൾ, ജെൻഡർ ന്യൂട്രൽ ഡ്രസ്സുകൾ, ജെൻഡർ ന്യൂട്രൽ ടോയ്സ്, ഇതാണ് പല ആളുകളെയും ജെൻഡർ കൺഫ്യൂഷനിലേക്ക് എത്തിക്കുന്നത്. ഇവരുടെ അഭിപ്രായ പ്രകാരം ചെറുപ്പത്തിലൊരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അവരോടുള്ള സംസാരത്തിലോ വസ്ത്രധാരണത്തിലോ അവർക്ക് കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളിലൊന്നും തോന്നാൻ പാടില്ല. നിങ്ങൾ സം ഫാൻസി പ്രൊനൗൺസ് കേട്ടിട്ടുണ്ടാവും. ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോയിൽ ഷീ ഓർ ഹി, ദേ ഓർ ദം. അതെന്താ സാധനം അറിയാതെ ഇട്ട ഒരാൾക്കാരുണ്ടാവും. എല്ലാവരും ഇടുന്നു, ദിവസം ഞാനും ഇടുന്നു. കുറേ മഴവില്ലൊക്കെ ഇട്ട എന്തോ കളർഫുൾ, ഞാൻ അടിപൊളിയാണ്. അത് കളർഫുൾ അല്ല, അടിപൊളിയാന്ന് കാണിക്കാനുള്ള സാധനമല്ല. ഒരു ഐഡിയോളജി ബാക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജെൻഡറിനെ കാണിക്കുന്ന പ്രൊനൗൺസ് ആണത്. അപ്പോൾ ചെറുപ്പത്തിലൊരു കുട്ടിയെ വിളിക്കുന്ന സമയത്ത് അവനെന്നോ അവളെന്നോ വിളിക്കരുത്, അവർ എന്ന് വിളിക്കണം. കാരണം കുട്ടിയോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നീ ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പാടില്ല, വിളിയിലൂടെ പറയാൻ പാടില്ല, ഡ്രസ്സിലൂടെ പറയാൻ പാടില്ല. ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഡ്രസ്സ് കാണുമ്പോൾ തോന്നരുത് ഒരാൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത്. കളിപ്പാട്ടങ്ങളിലൂടെ നമ്മൾ കളിപ്പാട്ടത്തിൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് എന്ത് ചെയ്യും, ആൺകുട്ടികൾക്ക് തോക്ക് പോലത്തെ കാര്യങ്ങളിൽ കളിക്കുന്നതായിരിക്കും ഇഷ്ടം. തോക്ക്, വാഹനങ്ങൾ പോലത്തെ കുറച്ചുകൂടി മസ്കുലിനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കുട്ടികൾക്ക് ഇഷ്ടം. കുട്ടികൾക്ക് ഇത് ജെൻഡർ ഐഡിയോളജിയോ LGBT-ക്കോ പാട്രിയാർക്കോ പുരുഷാധിപത്യം അറിഞ്ഞിട്ടല്ല, അവർക്ക് അതാണ് ഇഷ്ടം, അവരുടെ പ്രകൃതം അതാണ്. പെൺകുട്ടികൾ ചിലപ്പോൾ ഡോൾസ്, അതേപോലത്തെ കുറച്ചും കൂടെ ക്യൂട്ട് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഇഷ്ടം. ഇതൊന്നും പാടില്ല. ഒരേ ടൈപ്പ് ഓഫ് കളിപ്പാട്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ, അത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താ, ഇവർക്ക് ഞാൻ ആണാണോ പെണ്ണാണോ, ഞാൻ മറ്റാളോട് ഡിഫറൻസ് ഉണ്ടെന്ന് പോലും തോന്നാൻ പാടില്ല. വസ്ത്രത്തിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിലടക്കം ഒന്നിലും തോന്നാൻ പാടില്ല. ഏത് വരെ എന്നറിയോ, അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു നയതന്ത്രവുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത്, പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് പോലും കൊടുക്കണം എന്നുള്ളതാണ്. ഒരാൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ടല്ലോ, പുരുഷനാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വേറെയാണ്, സ്ത്രീ ആകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വേറെയാണ്. അപ്പം എൻ്റെ ശരീരത്തിൽ ഞാൻ സ്വാഭാവികമായും പ്രായപൂർത്തിയാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് എനിക്ക് മനസ്സിലാവും ഞാൻ ആണാണെന്ന് മനസ്സിലാവും. അപ്പം അതുപോലും പാടില്ല, പ്രായപൂർത്തിയാകാൻ പാടില്ല. പ്രായപൂർത്തിയായാൽ എന്ത് ചെയ്യും, ഞാൻ ആണാണോ പെണ്ണാണെന്ന് മനസ്സിലാവും. പ്രായപൂർത്തിയാകുന്നതിനെ മരുന്ന് കൊടുത്ത് ബ്ലോക്ക് ചെയ്യണം, പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് കൊടുക്കണമെന്ന്. ഇവിടെ ആർക്കും അറിയായിരുന്നു ഞാൻ ആണാണോ പെണ്ണാണെന്ന്. ഇവിടെ അവസാനം അങ്ങനെ വളർന്നു വന്നിട്ട് ആ ഒരു 18-17 വയസ്സാകുമ്പോൾ തിരഞ്ഞെടുക്കണം ഞാൻ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. ഇസ്ലാം ഈസ് അഗെയിൻസ്റ്റ് ഈ സിസ്റ്റം. ഇസ്ലാം പറയുന്നു അങ്ങനെയല്ല. സ്ത്രീക്ക് ഈ സാഹചര്യമാണ് ഇവരെ കൺഫ്യൂഷനിലേക്ക് എത്തിക്കുന്നത്, പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു സമൂഹത്തെ ഉണ്ടാക്കുന്നത്, ഇവരെ മാനസികമായും ശാരീരികമായും വലിയ പ്രയാസത്തിലേക്ക് എത്തിക്കുന്നത് ഈ സിസ്റ്റമാണ്. ഇസ്ലാം ആ സിസ്റ്റം കൊടുക്കുന്നില്ല. ഇസ്ലാമിന്റെ സിസ്റ്റം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഞാൻ ആണാണോ പെണ്ണാണോ എന്നൊരു സംശയമല്ല. വസ്ത്രമാണെങ്കിലും അവരുള്ള പ്രയോഗമാണെങ്കിലും അവർക്കുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിലും അവർക്കൊരു സംശയമല്ല. അതേപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന പരിഹാരവും നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിഹാരങ്ങൾ ഇസ്ലാം ബാക്ക് ചെയ്യുന്നില്ല. ഈ പരിഹാരങ്ങൾ കൊണ്ട് അവർക്ക് പ്രയാസമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ വി ആർ നോട്ട് എഗെയിൻസ്റ്റ് ദം, നമ്മൾ അവർക്കെതിരല്ല, നമ്മൾ അവർക്കൊപ്പമാണ്. അവർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ആശയം കൊടുക്കുന്ന പരിഹാരമോ ആശയം കൊടുക്കുന്ന സംവിധാനമോ പര്യാപ്തമല്ല, അത് ആ മനുഷ്യരെ തകർക്കുന്നതാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ നയം. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂലേ, എത്ര അപകടകരമായിട്ടുള്ളൊരു രൂപത്തിലാണ് ഇത്തരം തിയോളജികളൊക്കെ. ഇപ്പോൾ സമൂഹത്തിൽ ഒരു പ്രശ്നമില്ലാതെ നടക്കുന്ന ആളുകൾക്ക് പോലും തോന്നിപ്പോവാണ് ഞാൻ ആണാണോ അല്ലെങ്കിൽ പെണ്ണാണോ, ഇനി അതുമല്ല വേറെ എന്തെങ്കിലും ആണോ എന്ന രൂപത്തിൽ. ഇപ്പം നമ്മൾ പാനൽ ഡിസ്കഷനിലൊക്കെ കണ്ടു കുറേ നായകളുടെയൊക്കെ ഞാൻ സ്വയം നായാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന രൂപമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ വളരെ ബാലൻസിങ് ആയിട്ട് പോകുന്നൊരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ഒരു തിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഇവർ വെക്കുന്ന ഒരു ആശയമാണ് ഇക്വാലിറ്റി വേണം, അതായത് സ്ത്രീ പുരുഷനും അങ്ങനെ വേറൊരു കൺസിഡറേഷനൊന്നും കൊടുക്കാൻ പാടില്ല, സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ഒരു ഇക്വാലിറ്റി വേണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ വിമർശകരൊക്കെ കാര്യമായിട്ട് ഉദ്ധരിക്കുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമിൽ ഒരിക്കലും സ്ത്രീയും പുരുഷനും ഒരേപോലെ കാണാൻ പറ്റുന്ന മതമല്ല ഇസ്ലാം എന്നുള്ളൊരു വിമർശനം കാര്യമായിട്ട് നടക്കുന്നുണ്ട്.
അതിന് അവർ പറയുന്ന ഒരു കാര്യമാണ് സൂറത്ത് നിസായിൽ തന്നെ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, അതായത് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നടത്തിപ്പുകാരാണ്, അധികാരസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ആയത്തിനെ വളച്ചൊടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെ ആവുമ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ അറിയുന്ന ആളുകൾക്ക് പോലും സംശയം ഉണ്ടാകുന്ന ഒരു രൂപമാണ് ഇസ്ലാം അങ്ങനെയാണോ, സ്ത്രീക്ക് ഒരു ഇക്വാലിറ്റി കൊടുക്കാത്ത മതമാണോ എന്നുള്ള രൂപത്തിൽ വരാറുണ്ട്. അപ്പം എന്താണ് അതിൽ ഇസ്ലാമിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്? ഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യത്തെ പറ്റി പാനൽ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു. ഇക്വാലിറ്റി അബ്സേർഡാണ്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അവർ ഈക്വലായിട്ട് പരിഗണിക്കാൻ പറ്റൂല. APL BPL കാർഡിന് ഉദാഹരണമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. സാമ്പത്തികമായി വ്യത്യാസമുണ്ടെങ്കിൽ സാമ്പത്തികമായ മേഖലകളിൽ ഈക്വലായി പരിഗണിക്കാൻ പറ്റൂല, ബാക്കി മേഖലകൾ നോക്കണ്ട. സാമ്പത്തികമായ വ്യത്യാസം ഉണ്ടെങ്കിൽ സാമ്പത്തികമായ മേഖലയിൽ തുല്യരായി പരിഗണിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് റേഷൻ കാർഡൊക്കെ വ്യത്യാസമായിട്ടുള്ളത്, അവർക്കുള്ള സബ്സിഡികൾ വ്യത്യാസപ്പെട്ടിട്ടുള്ളത്. വ്യത്യാസമുണ്ടോ ആ വ്യത്യാസത്തിന്റെ മേഖലകളിലെങ്കിലും വ്യത്യസ്തമായിട്ട് പരിഗണിക്കൽ അനിവാര്യമാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇഷ്ടംപോലെ വ്യത്യാസമുണ്ട്. ഒരു സംശയം, ഇപ്പോൾ സ്ത്രീയും പുരുഷനും വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സ്ത്രീക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഉദാഹരണം. വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്ത്രീയെ സ്പെഷ്യലി കൺസിഡർ ചെയ്യേണ്ട സ്ഥലങ്ങളും പുരുഷനെ സ്പെഷ്യലി കൺസിഡർ ചെയ്യേണ്ട സ്ഥലങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഇസ്ലാമിൽ പലപ്പോഴും എടുത്തു പറയാറുള്ളത് പുരുഷന് ഒരുപാട് അധികാരങ്ങളുള്ള, പുരുഷന് ഒരുപാട് ഓപ്ഷനുകളുള്ള അവസരങ്ങളെ പറ്റി മാത്രമാണ്. അല്ലെങ്കിൽ പുരുഷനാണ് ഇസ്ലാമിൽ കൂടുതൽ കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ്. വ്യത്യാസമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പുരുഷൻ കൺസിഡർ ചെയ്യുന്ന ഏരിയകളും സ്ത്രീകളെ കൺസിഡർ ചെയ്യുന്ന ഏരിയകളും ഉണ്ടാവും. ഇസ്ലാമിൽ അതുണ്ട്. ചില വിഷയങ്ങളിൽ പുരുഷനാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്, ചില വിഷയങ്ങളിൽ സ്ത്രീയാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. പുരുഷൻ കൺസിഡർ ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് നിങ്ങൾക്ക് അറിയാം. സ്ത്രീകൾ കൺസിഡർ ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഒരു മകൻ, ആ മകനെ സംബന്ധിച്ച് ആ മകൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആരോടാണ്? അവൻ്റെ ഉമ്മയോടാണ്. രണ്ടാമത് ആരോടാണ്? ഉമ്മയോടാണ്. മൂന്നാമതും ഉമ്മയോടാണ്. നാലാമത് ആര് വരുന്നുള്ളൂ? ഉപ്പയോട് വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഉപ്പ വരുന്നുള്ളൂ. അതിനർത്ഥം ഇത് ചൂണ്ടിക്കാട്ട് ഒരാൾക്ക് പറയാൻ പറ്റും ഇസ്ലാം പുരുഷ വിരുദ്ധ മതമാണ്. കാരണം ഇസ്ലാമിൽ ഉപ്പക്കൊരു അവകാശമല്ല, ഒരു അധികാരമല്ല. ആദ്യം 3 സ്ഥാനങ്ങളിൽ സ്ത്രീയാണ് പരിഗണിക്കുന്നത്, ഉപ്പ നാലാമതാണ് വരുന്നത്. ഉപ്പയും ഉമ്മയും ഒരേപോലെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇസ്ലാം പുരുഷ വിരുദ്ധ മതമാണെന്ന് പറയാറുണ്ടോ? ഇല്ല. അതേപോലെ ഒരു പുരുഷനെ സംബന്ധിച്ച് അവന് 3 പെൺമക്കൾ ഉണ്ടാവുകയും ആ 3 പെൺമക്കളെയും അവൻ നീതിയോടുകൂടി പരിപാലിച്ച് വളർത്തി വലുതാക്കി പരിപാലിച്ചാൽ അവന് സ്വർഗ്ഗം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇസ്ലാം. ആൺകുട്ടികളെ പറ്റി അങ്ങനെ പറയുന്നുണ്ടോ? ഇത് വെച്ച് ആരെങ്കിലും പറയാറുണ്ടോ ഇസ്ലാം ആൺകുട്ടികളോട് ഒരുപാട് അനീതി കാണിക്കുന്നു, ഇസ്ലാം പുരുഷ വിരുദ്ധ മതമാണ്? ആരെങ്കിലും പറയാറുണ്ടോ? അത് പറയാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ? ഫെമിനിസ്റ്റിനാണ്, അല്ലെങ്കിൽ ഈ നെറേറ്റീവിനാണ് ഇവിടെ ഒരു വിൽപ്പന മൂല്യമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ മെനിനിസം എന്ന് പറയുന്നൊരു ആശയമുണ്ട്. ഫെമിനിസ്റ്റിന് നേരെ ഓപ്പോസിറ്റ്. എന്താണ് ഫെമിനിസ്റ്റ്? സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നത്, പുരുഷന് വേണ്ടി പറയുന്ന ആശയക്കാരാണ് മെനിനിസം എന്ന് പറയുന്നത്. ഈ മെനിനിസ്റ്റുകളാണ് ലോകത്ത് പോപ്പുലർ എങ്കിൽ ഇസ്ലാം പുരുഷവിരുദ്ധ മതമായിരിക്കും. ലോകത്ത് പോപ്പുലർ ഫെമിനിസം ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇസ്ലാം സ്ത്രീവിരുദ്ധ മതമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. ഇനി പോപ്പുലർ മെനിനിസം ആണെങ്കിലോ അവർ പറയും ഇസ്ലാം പുരുഷവിരുദ്ധാണെന്ന് പറയും. ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പറയും കണ്ടോ ഉപ്പയെ നോക്കണ്ട എന്ന് പറയുന്ന. ഉപ്പയെ നോക്കണ്ട എന്നല്ല ഇസ്ലാം പറഞ്ഞേ, ഉപ്പക്ക് പരിഗണന കൊടുക്കേണ്ടത് ഉമ്മക്ക് ശേഷം എന്നാ പറഞ്ഞേ. എങ്ങനെ നറേറ്റ് ചെയ്യും? ഉപ്പയെ നോക്കണ്ട എന്ന് പറഞ്ഞ ഇസ്ലാം. അതേപോലെ പെൺകുട്ടിയെ വളർത്തി വലുതാക്കിയതിൽ പ്രത്യേക പ്രതിഫലം ഉണ്ടെന്ന് പറയുമ്പോൾ അതിനർത്ഥം ആൺകുട്ടിയെ വളർത്തി വലുതാക്കേണ്ടതാണോ? അല്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ മെനിനിസം പോലത്തെ ഒരു ആശയമാണ് ലോകത്ത് പ്രചാരത്തെങ്കിലോ ഓൽക്കത് വ്യാഖ്യാനിക്കാം, ഓൽക്ക് അങ്ങനെ പറയാം. പുരുഷനെ അല്ലെങ്കിൽ ആൺകുട്ടിയെ നോക്കണ്ട എന്ന് പറഞ്ഞ ഇസ്ലാം, പെൺകുട്ടിയെ മാത്രം നോക്കണം എന്ന് പറഞ്ഞ ഇസ്ലാം. അങ്ങനെയല്ല. ചില ആളുകൾക്ക് ചില മേഖലകളിൽ പ്രത്യേക പരിഗണന കൊടുക്കുന്നതാണ്. ഇത് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഇസ്ലാമിൽ ആക്ച്വലി ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ആർക്കാണ്? ഇപ്പോൾ നെറേറ്റീവുകൾ നോക്കുമ്പോൾ, സാമൂഹികമായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇസ്ലാമിൽ ആർക്കാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് അവർ പറയാം? പുരുഷനാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് അവർ പറയാം. നിങ്ങളൊക്കെ അങ്ങനെ ധരിച്ചിട്ടുണ്ടാവുക. പുരുഷൻ ഇസ്ലാമിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ല. പുരുഷൻ ഇസ്ലാമിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന സാധനമേ അല്ല. സമ്പാദിക്കാനുള്ള ഫ്രീഡം ഉണ്ടാവും. സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്ന വ്യക്തമായ നിർദ്ദേശം പുരുഷന് കൊടുത്തിട്ടുണ്ട്. അത് ചെലവഴിക്കാതിരുന്നാൽ അവൻ അതിനനുസരിച്ച് ഭൗതികമായ ഇസ്ലാമിക ഭരണകൂടാണെങ്കിൽ ആ ഭൗതികമായ ഭരണകൂടത്തിൻ്റെ അടുത്തും പരലോകത്ത് ഷുവറായിട്ട് അവന് ശിക്ഷ ഉണ്ട്. പടച്ചോൻ ചോദിക്കും. പുരുഷൻ ഇസ്ലാമിൽ അനന്തരാവകാശമായി കിട്ടിയ സ്വത്തായിക്കോട്ടെ, സമ്പാദിച്ച് ഉണ്ടാക്കിയ സ്വത്തായിക്കോട്ടെ, ഇസ്ലാമിൽ പുരുഷന് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. വ്യക്തമായ നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ ചെലവഴിച്ചിരിക്കണം. സ്ത്രീക്കോ? സ്ത്രീക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ മോഡേൺ പെർസ്പെക്റ്റീവ്സ് പറയുന്നത്? ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഇല്ല എന്നാണ് പറയുന്നത്. മീൻസ് ഇസ്ലാമിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല എന്ന് പറയുന്നത്.
എന്നാൽ ഇസ്ലാമിൽ സ്ത്രീകൾക്കാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളത്. അവർക്ക് അനന്തരാവകാശമായി കിട്ടിയ സ്വത്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ചെലവഴിക്കേണ്ടത്. പുരുഷന് പറയാൻ ഒരു അധികാരമല്ല, ഒരധികാരമല്ല നീ ഇതിനു വേണ്ടി തരണം. അത് പറഞ്ഞപ്പോഴാണ് സ്ത്രീകൾക്ക് ഇപ്പൊ സമ്പാദിക്കാൻ പോണെങ്കിൽ പോവാം, പക്ഷേ പുരുഷന് ഒരിക്കലും ആ പണം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്ത്രീക്ക് അവിടെ സമ്പാദിക്കാൻ പോയാൽ അവളുടെ സമ്പാദ്യം മൊത്തമായിട്ടും അവൾക്ക് വേണ്ട രൂപത്തിൽ ചെലവഴിക്കാനുള്ള അവകാശം കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല. പുരുഷൻ അത് വാങ്ങിക്കണം എന്നുള്ളൊരു വാങ്ങിക്കരുത് എന്ന് കൂടെ അവിടെ പറയുന്നുണ്ട്. അതായത് അവൾക്ക് തീരുമാനിക്കാം ഇത് ഫാമിലിക്ക് വേണ്ടി കൊടുക്കണോ, ഫാമിലിക്ക് വേണ്ടി ചെലവഴിക്കണോ, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണോ. അവളുടെ കംപ്ലീറ്റ് ഫ്രീഡം അവിടെ ഉണ്ട്. അവൾക്ക് എന്തില്ല, ബാധ്യതയില്ല. പുരുഷനോ നിർബന്ധമാണ്. പുരുഷന് ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കൽ, മക്കൾക്ക് വേണ്ടി ചെലവഴിക്കൽ, ഉമ്മക്ക് വേണ്ടി ചെലവഴിക്കൽ, ഉപ്പക്ക് വേണ്ടി ചെലവഴിക്കൽ നിർബന്ധമാണ്. ഇതിനെന്തിനാണ് ഫ്രീഡം എന്ന് പറയാം? സ്ത്രീകൾക്കുള്ള അവസ്ഥയാണ് ഫ്രീഡം എന്ന് പറയാം. പുരുഷന് ജോലിക്ക് പോകാനും പോകാതിരിക്കാനുള്ള അവസരം ഉണ്ടോ? ഇല്ല, ഫ്രീഡം ഇല്ല. ജോലിക്ക് പോയിരിക്കണം. സ്ത്രീക്കോ ജോലിക്ക് പോവാം, പോവാതിരിക്കാം. അതാണ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ. ഇസ്ലാം കൊടുക്കുന്ന വലിയ ഫിനാൻഷ്യൽ വിഷയത്തിൽ ഇസ്ലാം കൊടുക്കുന്ന ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സ്പേസ് അത് സ്ത്രീകൾക്കാണ്. അനന്തരാവകാശമായിട്ട് സ്വത്താണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അവൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്താണെങ്കിലും അവൾക്ക് തീരുമാനിക്കാം ഇത് എങ്ങനെ ചെലവഴിക്കണം എന്ന്. പുരുഷൻ ഉപ്പയായിക്കോട്ടെ, പുരുഷൻ സഹോദരനായിക്കോട്ടെ, പുരുഷൻ ഭർത്താവായിക്കോട്ടെ, അവളോട് കൽപ്പിക്കാനുള്ള അവകാശമില്ല. നിന്റെ സമ്പത്ത് ഇങ്ങനെ ചെലവഴിക്കണം എന്ന് കൽപ്പിക്കാനുള്ള അവകാശമില്ല. ചർച്ച ചെയ്യാം, ഷൂറ നടത്താം, ചർച്ച ചെയ്യാം. അവളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ വിഷയമാണെങ്കിലും ഇനി ഒരു നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നില്ല ഇസ്ലാമികമായിട്ട്, ആ നടക്കാത്തതിൻ്റെ കുറ്റം ആർക്കാ ലഭിക്കുക? ഒരു സാമൂഹികമായിട്ടുള്ള സംവിധാനമായിട്ടുണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ട് നടക്കാത്തതിൻ്റെ കുറ്റം ലഭിക്കുക പുരുഷനാണ്. ഇപ്പോൾ ഒരു നാട്ടിൽ ജുമുഅ നടന്നില്ല, ജുമുഅ സംവിധാനമല്ല, അതിൻ്റെ ബാധ്യത ആർക്കാണ്? പുരുഷനാണ്. സ്ത്രീയെ സംബന്ധിച്ച് അവിടെ എന്താണ്? പ്രിവിലേജ് ആണ്. അപ്പൊ സ്ത്രീക്ക് ഇസ്ലാം കൊടുക്കുന്ന വളരെ വിശാലമായ ഒരു സ്പേസ് ഇസ്ലാമിന്റെ നിയമങ്ങളെ പഠിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതാണ് ഇന്ന് ഇക്വിറ്റി എന്ന് പറയും. ഇക്വാലിറ്റി എന്ന് പറയുന്നത് തുല്യതയല്ല, ഇക്വിറ്റി, ജസ്റ്റിസ്, നീതി. തുല്യത പലപ്പോഴും നീതിയല്ല, തുല്യത പലപ്പോഴും നീതിരാഹിത്യമാണ് കൊണ്ടുവരിക. ഇപ്പോൾ തുല്യത എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ ബസ്സിനുള്ളിൽ കൺസിഡർ ചെയ്താൽ തുല്യതയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? ബസ്സിൽ ഇപ്പോൾ നിലവിൽ സീറ്റ് റിസർവേഷൻ ഉണ്ട്, പുരുഷൻ റിസർവേഷൻ ഉണ്ടോ? ഇല്ല, പുരുഷൻ റിസർവേഷൻ അല്ല. ആർക്കാണ് റിസർവേഷൻ ഉള്ളത്? സ്ത്രീകൾക്കാണ് റിസർവേഷൻ ഉള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ബസ്സിൽ കയറി വരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു പക്ഷേ അവളുടെ മെൻസ്ട്രൽ പീരീഡിലായിരിക്കാം, ആ സമയത്തായിരിക്കാം, അവൾക്ക് ശാരീരികമായിട്ട് വലിയ പ്രയാസം ഉണ്ടായിരിക്കാം. അത് സ്ത്രീകളിൽ സ്വാഭാവികമായിട്ടും പ്രഡിക്റ്റബിൾ ആണ്. പുരുഷന്മാരിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസോ മറ്റു രോഗങ്ങളുള്ള ആളുകൾ പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരേപോലെ ഉണ്ടായിരിക്കാം. പക്ഷെ പ്രത്യേകം ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ആർക്കാണ്? സ്ത്രീക്കാണ്. അതുപോലെ കുട്ടികളെ കൊണ്ടുവരാനുള്ള ചാൻസ് സ്ത്രീകൾക്കാണ്. ഗർഭിണികൾ, പുരുഷന്മാർ ഗർഭിണന്മാരാവില്ലല്ലോ. അപ്പോൾ ഗർഭിണികളായിട്ട് വരിക ആര് മാത്രമാണ്? സ്ത്രീകളാണ്. അപ്പോൾ ആ സ്ത്രീകൾക്കാണ് ഇരിക്കാൻ കൂടുതൽ കൺസെഷൻ കൊടുക്കേണ്ടത്. ഇക്വാലിറ്റി, എല്ലാവർക്കും ഒരേ സീറ്റ്, സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വ്യത്യാസങ്ങളുണ്ട്, നമുക്കറിയാം. ഇനി വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പോലും സമ്മതിക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ചില ആൾക്കാർക്കൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പോലും. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഒരു പെൺകുട്ടിക്ക് സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ പഠനങ്ങൾ അയച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. സ്റ്റഡീസ് അയച്ചു കൊടുത്തിട്ട് അന്ന വ്യത്യാസം സമ്മതിച്ചിട്ട് 4-5 സ്റ്റഡീസ് അയച്ചു കൊടുത്തിട്ട് സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പോലും സമ്മതിക്കാൻ പറ്റാത്ത, നമുക്കറിയാം എല്ലാ വിഷയങ്ങളിലും ഡിഫറൻസ് ഉണ്ട്, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവില്ല. കാരണം നമ്മളിലുള്ള ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ചിന്തകളെ അത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരാൾ ചിന്തിക്കുന്ന പോലെയല്ല മറ്റൊരാള്. അതായത് സ്ത്രീകൾ തന്നെ എല്ലാവരും വ്യത്യസ്തരായിട്ട് ചിന്തിക്കുക, അതേപോലെ പുരുഷന്മാരുടെ അവസ്ഥ എടുത്താലും. അപ്പോൾ ഈ ഒരേപോലെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്ന ആളുകളിൽ പോലും ഇങ്ങനെ വ്യത്യാസം വരുമ്പോൾ അപ്പം എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക ഈ ഇത്രയും വ്യത്യാസം സ്ത്രീകളും പുരുഷനും ഹോർമോണൽ ചേഞ്ചസും ഫിസിക്കലി ഒക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടും അവർ തമ്മിലൊരു വ്യത്യാസം ഇല്ല എന്ന് പറയുന്നത് എത്ര അടിസ്ഥാനമില്ലാത്തൊരു സംഗതിയാണെന്നുള്ള ആലോചിച്ച് നോക്കുക. ഇത് എബിലിറ്റികളിൽ പോലും ഇപ്പോൾ മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ എബിലിറ്റി അത് പുരുഷന്മാരിലാണ് കൂടുതൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് തന്നെ ക്ലാസ്സിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് പോലും മാത്സിൽ അത്ര എഫേർട്ട് എടുക്കാത്ത പുരുഷന്മാർ കുറച്ചും കൂടി സ്കോർ ചെയ്യുന്നത് കാണാൻ കഴിയും. അത് കോമൺ ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ പുരുഷന്മാരിൽ കൂടുതൽ കാണുന്ന ഒരു ക്വാളിറ്റിയാണ്, എബിലിറ്റിയാണ്. അതേസമയം സ്ത്രീകളിലാണ് ഈ വെർബൽ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി, ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട എബിലിറ്റി കൂടെ സ്ത്രീകളിലാണ്. അഥവാ ഒരു എസ് എഴുതാൻ ഏറ്റവും നന്നായിട്ട് പറ്റിയ സ്ത്രീകൾക്കാണ്. ഇത് എബിലിറ്റികൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ
നമ്മളെ കയ്യിൽ നിർത്തി പറയുന്ന കാര്യമല്ല. സൈക്കോളജിക്കൽ സ്റ്റഡീസിൽ വളരെ വ്യക്തമായിട്ട് ജെൻഡർ ഡിഫറൻസസ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഒബ്വിയസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഈ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ വ്യത്യസ്തമായി തന്നെ പരിഗണിക്കണം. അത് സ്ത്രീയോ പുരുഷനോ തീരുമാനിക്കാൻ പാടില്ല. എവിടെയൊക്കെ വ്യത്യാസം വേണം, സ്ത്രീ തീരുമാനിക്കട്ടെ, അത് പറ്റൂല. പുരുഷൻ തീരുമാനിക്കട്ടെ, അതും പറ്റൂല. കാരണം അങ്ങനെ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അവകാശം വകവെച്ച് കൊടുത്തോളണമെന്നില്ല. അത് ആര് തീരുമാനിക്കണം? സ്ത്രീയെ പറ്റിയും പുരുഷനെ പറ്റിയും ഒരണു വിടാതെ അറിവുള്ള പടച്ചവൻ തീരുമാനിക്കണം എന്നുള്ളതാണ്. അപ്പം ആ പടച്ചവൻ്റെ തീരുമാനം നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ അകത്തങ്ങളിലേക്ക് ഇറങ്ങിപ്പോയാൽ സ്ത്രീകൾക്കും പുരുഷനുള്ള വ്യത്യസ്ത നിയമങ്ങളിൽ കാണുന്ന മനോഹരമായ നീതി നമുക്ക് ഇസ്ലാമിൽ കാണാൻ കഴിയുന്നതാണ്. തന്നെയാണ് അതിന്റെ നീതിയും. കാരണം നമ്മളെ പറ്റി അറിയാത്ത ഒരാൾ നമുക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ ഒരിക്കലും അയാൾക്ക് വകവെച്ച് തരാൻ പറ്റില്ല. അതുപോലെ പുരുഷനെ പറ്റി അത്രയും അറിയാത്തൊരു സ്ത്രീക്ക് അത് ആ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ പറ്റി നന്നായി അറിയുന്ന, A to Z അറിയുന്ന, ഇന്ന ആൾ ഇന്ന രൂപത്തിലൊക്കെ പോകുമെന്ന് അറിയുന്ന ആൾക്ക് മാത്രമേ ആ ഒരു ജസ്റ്റിസ് കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇക്വാലിറ്റി പറയുമ്പോൾ ഇപ്പോൾ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ പാനൽ ഡിസ്കഷനിൽ വളരെ ഡീപ്പായിട്ട് സംസാരിച്ചു. അതിലൊരു കൂട്ടിച്ചേർക്കൽ എന്നുള്ള നിലക്ക് ഇപ്പോൾ വെസ്റ്റേൺ കൾച്ചറിൻ്റെ വസ്ത്രധാരണ രീതി അവർ പറയുന്ന എന്താണ്? ഷീസ് ഫ്രീ, അവളെന്താണ്? സ്വതന്ത്രയാണ്, അവൾക്ക് യാതൊരു തട്ടിത്തടവും ഇല്ല, ഒരു തടസ്സങ്ങളും ഒബ്സ്റ്റക്കിൾസും മുന്നിലില്ല, അവൾ ഫ്രീ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക വസ്ത്രധാരണ ഇപ്പോൾ ഒരു ചർച്ചയാവുന്ന വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിന് എന്താണ് ഇവളുടെ സ്ത്രീയുടെ ഒരു വസ്ത്രധാരണം എന്നുള്ളൊരു മെസ്സേജ്, എന്ത് മെസ്സേജാണ് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുക? ഇസ്ലാമിന് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് ഷീ ഈസ് സേഫ്, ഷീ ഈസ് മോഡസ്റ്റ് എന്നതാണ്. ഷീ ഈസ് ഫ്രീ എന്ന് പറയുമ്പോൾ ഇസ്ലാം പറയുന്നു ഷീ ഈസ് സേഫ് ആൻഡ് മോഡസ്റ്റ്, അഥവാ അവൾ സുരക്ഷിതയാണ്, അവൾ മാന്യയാണ്. ഇനി ഇസ്ലാമിൻ്റെ സന്ദേശം അതാണ്. ഇനി ഇവരുടെ സന്ദേശം ഷീ ഈസ് ഫ്രീ. ആക്ച്വലി മോഡേണിസ്റ്റിൽ ഒരു സ്ത്രീ വസ്ത്രം ധരിക്കുമ്പോൾ ആ സ്ത്രീ ഫ്രീ ആണ്. പാനൽ ഡിസ്കഷനിൽ അവർ പറഞ്ഞു അത് ഫ്രീ അല്ല. ആരും സ്വയം വസ്ത്രം തിരഞ്ഞെടുക്കുന്നില്ല, ആർക്കും സ്വയം വസ്ത്രം തിരഞ്ഞെടുക്കാൻ കഴിയൂല. നിങ്ങളോട് സ്വയം നിങ്ങളോട് വസ്ത്രം തിരഞ്ഞെടുക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ചോ, ഇസ്ലാമിൽ അനുവാദം നൽകി വിചാരിച്ചോ, നിങ്ങൾ ഫ്രീ ആയിട്ട് തിരഞ്ഞെടുത്ത് പറഞ്ഞു. നിങ്ങൾ ഏത് വസ്ത്രം തിരഞ്ഞെടുക്കുക? നിങ്ങളിങ്ങനെ ആലോചിക്കോ, എൻ്റെ ശരീരത്തിന് നല്ല വസ്ത്രം ഇതാണ്, എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കുമോ? ഇല്ല. ട്രെൻഡിങ് ഏതാണോ വസ്ത്രം അത് തിരഞ്ഞെടുക്കും. ട്രെൻഡ് എവിടുന്ന് ഉണ്ടാവുക? കോർപ്പറേറ്റ്സ് ഉണ്ടാക്കും, പരസ്യങ്ങൾ ഉണ്ടാക്കും, സിനിമകൾ ഉണ്ടാക്കും. അപ്പൊ സിനിമകളും പരസ്യങ്ങളും കോർപ്പറേറ്റ്സും തരുന്നതിനെയാണ് ആരനുസരിക്കുന്നത്? ഫ്രീ എന്ന് പറയുന്ന ആളാണ് അനുസരിക്കുന്നത്. ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് നാളെ തീരുമാനിക്കുകയാണ്, മെറ്റ തീരുമാനിക്കുകയാണ് ഈ വസ്ത്രം ട്രെൻഡിങ് ആവണ്ട, ഒരു പോസ്റ്റും പ്രൊമോട്ട് ചെയ്യുന്നില്ല. മെറ്റ എന്ന് പറഞ്ഞാൽ മാർക്ക് സുക്കർബർഗിന്റെ കമ്പനി, അഥവാ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ആരുടെ കയ്യിലാണോ അതാണ് മെറ്റ എന്ന് പറയുന്ന കമ്പനി. മെറ്റ തീരുമാനിക്കുകയാണ് ഈ വസ്ത്രമുള്ള പോസ്റ്റുകളൊന്നും ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒരു സ്റ്റോറിയും പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഇൻസ്റ്റഗ്രാമിൽ അത് കാണുകയല്ല. ആ വസ്ത്രം നാളല്ല, മെറ്റക്ക് തീരുമാനിക്കാം നാളത്തെ വസ്ത്രം ഏതാവണമെന്നുള്ളത്. ഇവിടെ അവർ പറയാം ഞങ്ങൾ ഫ്രീ ആണെന്ന്. യു ആർ നോട്ട് ഫ്രീ. നിങ്ങൾ ഫ്രീ അല്ല. നിങ്ങൾ മെറ്റ അടക്കം എക്സ് അടക്കം പല സാമൂഹ്യ മാധ്യമങ്ങളുടെയും പല കോർപ്പറേറ്റുകളുടെയും ആഡുകൾ നിർമ്മിക്കുന്നവരുടെയും സിനിമകൾ ഉണ്ടാക്കുന്നവരുടെയും അടിമകളാണ്. യു ആർ നോട്ട് ഫ്രീ. ഇസ്ലാമിലും അടിമകളാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങളുടെ അടിമകളാകാൻ മുസ്ലിങ്ങളെ കിട്ടൂല. കോർപ്പറേറ്റുകളുടെ അടിമകളാവാൻ, അധികാരികളുടെ അടിമകളാവാൻ, പുരുഷാധിപത്യത്തിന്റെ അടിമകളാവാൻ, സ്ത്രീയുടെ ശരീരത്തിന്റെ സൗന്ദര്യം കാണാൻ ആഗ്രഹിക്കുന്ന, പാനൽ ഡിസ്കഷൻ വളരെ വിശദമായിട്ട് പറഞ്ഞു, സ്ത്രീയുടെ ശരീരത്തിന്റെ സൗന്ദര്യം കാണണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷ താല്പര്യങ്ങളുടെ അടിമകളാകാൻ മുസ്ലിങ്ങളെ കിട്ടൂല. മുസ്ലിങ്ങൾ അടിമകളാണ്. ആരുടെ മാത്രം? ഞങ്ങൾക്കെല്ലാം നൽകിയ, നഖം മുതൽ ബുദ്ധി വരെ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, കുടുംബം മുതൽ വീട് വരെ എല്ലാ സാഹചര്യങ്ങളും നൽകിയ പടച്ചവന്റെ അടിമകളാണ്. നിങ്ങളും അടിമകളാണ്, ഞങ്ങളും അടിമകളാണ്. നിങ്ങൾ ആരടിമകളാണ്? കോർപ്പറേറ്റ്സിന്റെയും നമ്മളെ ചൂഷണം ചെയ്യുന്നവരുടെ അടിമകളാണ്. ഞങ്ങൾ ആരടിമകളാണ്? പടച്ചവന്റെ അടിമകളാണ്. ഒറ്റ വ്യത്യാസമുള്ളൂ, അവർ ഒരുപാട് അടിമത്തത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇസ്ലാം ഒറ്റ അടിമത്തത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ ഒറ്റ അടിമത്തം എന്ന് പറഞ്ഞാൽ ദ വൺ ഹു ഈസ് ഡിസേർവ്ഡ് ടു ബി, നമ്മുടെ അടിമത്തം അർഹിക്കുന്ന ഏക അസ്തിത്വം. നമ്മൾ അടിമകളാകാൻ ആരാണോ അർഹിക്കുന്നത് അവന്റെ മാത്രം അടിമകളാവുന്നതാണ്. അപ്പൊ അവരുടെ അവകാശം അതല്ല. മോഡേണിസ്റ്റിൽ ഒരാളും വസ്ത്രം തിരക്കുന്നത് ഫ്രീ ആയിട്ടല്ല. എങ്ങനെ വസ്ത്രം വേണമെന്ന് തീരുമാനിക്കുന്ന കോർപ്പറേറ്റ്സ്, അതും സ്ത്രീകളുടെ സൗന്ദര്യം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ താല്പര്യത്തിന് വെച്ചാണ് വസ്ത്രം എടുക്കുന്നത്. ഇനി ഇസ്ലാമോ? മാന്യത. ഇസ്ലാമിന്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോ 15-ാം നൂറ്റാണ്ടിലെ പാരീസിലെ നിയമസംഹിത എടുത്താൽ, ഫ്രാൻസിലെ പാരീസ് എന്ന് പറഞ്ഞാൽ ദ ബിഗ്ഗസ്റ്റ് ലിബറൽ കൺട്രി ഇൻ ദി വേൾഡ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിബറൽ രാജ്യമാണ്. ഫ്രാൻസിലെ 15-ാം നൂറ്റാണ്ടിലെ നിയമം എന്തായിരുന്നു അറിയോ? വേശ്യകളായിട്ടുള്ള ആളുകൾ, അഥവാ
ലൈംഗിക തൊഴിലാളികൾ, സെക്സ് വർക്കേഴ്സ്, അവർ ജനാലകൾക്ക് അരികിൽ വസ്ത്രമില്ലാതെ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം വസ്ത്രം ഇട്ടുകൊണ്ട് വന്നിരിക്കണം. അപ്പോൾ വസ്ത്രം കുറച്ചുകൊണ്ട് വേശികൾ എന്ത് ചെയ്യണം? ജനാലകൾക്ക് അരികെ വന്നിരിക്കണം എന്നുള്ളതാണ്. ഇനി പഴയ കാലത്ത് 15 നൂറ്റാണ്ടിലേക്ക് ഒന്ന് പോകണ്ട. ഇന്ന് ഇപ്പോൾ ആംസ്റ്റർഡാം എന്ന് പറയുമ്പോൾ വളരെ പുരോഗമനമായിട്ടുള്ള സ്ഥലമായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ആംസ്റ്റർഡാമിൽ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നടുവിലൂടെ പുരുഷന്മാർ നടന്നു പോകുന്നുണ്ടാവും. 2 സൈഡുകളിലും ചില്ലിങ് കൂട്ടിലായിട്ട് സ്ത്രീകൾ അർദ്ധനഗ്നരായോ പൂർണ്ണനഗ്നരായോ നിൽക്കുന്നുണ്ടാവും. എന്തിനാണ്? ഈ പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. പുരുഷന്മാർക്ക് എന്ത് ചെയ്യാം? നല്ല ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മൾ ഈ തുണിക്കടയിലൊക്കെ പോയി അങ്ങനെ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ടാവില്ലേ, വെറൈറ്റീസ് ഓഫ് ഡ്രസ്, അതുപോലെ അങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പുരുഷന്മാർക്ക് ഇഷ്ടമുള്ളതിന് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. ഇതിലൊരു കാര്യം വ്യക്തമാണ്. അത് ഞങ്ങൾ സെക്സ് വർക്കിന് റെഡിയാണെന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? വസ്ത്രം തുറന്നുകൊണ്ട് ആ മെസ്സേജ് കൺവേ ചെയ്യുന്നു. ഞങ്ങൾ വി ആർ റെഡി എന്നുള്ള മെസ്സേജ് എങ്ങനെ അവർ കൺവേ ചെയ്യുന്നത്? വസ്ത്രം തുറന്നുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതിന് റെഡിയല്ല, ഞങ്ങൾ അത്തരം ഒരു മോശം കൃത്യത്തിന് തയ്യാറല്ല, ഞങ്ങൾ അത്തരം ഒരു പ്രവൃത്തിക്ക് വരുന്നവരല്ല എന്ന് പറയാൻ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? വസ്ത്രം ധരിക്കണം. വസ്ത്രം ഊരിക്കൊണ്ടവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ റെഡിയാണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വസ്ത്രം ധരിച്ചുകൊണ്ട് പറയാവുന്നത് എന്താണ്? അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചാൽ അതിനുള്ളിലുള്ള മെസ്സേജ് എന്താണ്? എൻട്രി റെസ്ട്രിക്റ്റഡ് എന്നുള്ളതാണ്. പുറത്തു നിന്നുള്ളൊരു പുരുഷന് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. അത് ഇവർ തുറന്നുകൊണ്ട് എൻട്രി ഓപ്പൺ ആണെന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. അടച്ചാൽ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. വളരെ വ്യക്തമാണ്. ഈ സേഫ്റ്റി ഇപ്പോൾ അവർ പറയാറുണ്ട് സ്ത്രീകളൊക്കെ ലിബറൽ രാജ്യങ്ങളിൽ ഭയങ്കര സേഫാണെന്ന്. അല്ല, ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ 100% ഇത് പൊതു ഇടങ്ങളിൽ 100% സ്ത്രീകൾ അബ്യൂസ്ഡ് ആവാൻ, പീഡിപ്പിക്കപ്പെടാൻ സാധ്യത എന്ന് കാണാൻ കഴിയും യൂറോപ്യൻ കൺട്രീസിൽ കേട്ടോ. അതായത് വെർബലി, വാക്കുകൾ കൊണ്ടോ നോട്ടങ്ങൾ കൊണ്ടോ എങ്കിലും സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഇറങ്ങുമ്പോൾ അബ്യൂസ്ഡ് ആവുന്നു. എന്നാൽ ഇസ്ലാമിക് രാജ്യങ്ങളിൽ, ഇസ്ലാമിൻ്റെ നിയമം കൊണ്ടുനടക്കുന്ന രാജ്യങ്ങളിൽ ഷീ സേഫ്. ലോകത്തെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട്, സ്ത്രീകൾക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന സിറ്റി ഇത് മദീനയാണ്. സ്ത്രീകൾ വസ്ത്രം മൂരി നടക്കുന്ന സിറ്റി അല്ല, മദീനയാണ്. സ്ത്രീകൾ വസ്ത്രം ധരിച്ച് നടക്കുന്ന സിറ്റിയാണ്. അതിനർത്ഥം എന്താണ്? വസ്ത്രം ധരിച്ച സേഫ്റ്റി ഉണ്ടെന്ന് അർത്ഥം. അതേപോലെ അമേരിക്കയിൽ ഒരു സ്ത്രീ ബീങ് റേപ്പ്ഡ്, അവൾ റേപ്പിന് ഇരയാവാനുള്ള സാധ്യത 30% സൗദി അറേബ്യയിൽ അത് 1%. സൗദി അറേബ്യയിൽ അത് 1%. ഒബ്വിയസ് ആണ്. ഇസ്ലാം സേഫ്റ്റി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സംവിധാനം ഉള്ള ഇടങ്ങളിൽ ആ സേഫ്റ്റി കാണാൻ കഴിയും. ഇവിടെ സേഫ്റ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ആ സേഫ്റ്റി ഇല്ലാത്തത് നമുക്ക് കണക്കുകളിൽ കാണാൻ കഴിയുന്നതാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പം നമുക്കൊക്കെ അറിയാം ഫിഫ വേൾഡ് കപ്പ് 2022 ഖത്തറിൽ വെച്ച് നടന്നു. അതിലുള്ള ഓരോ ആളുകളുടെയും ഇപ്പോൾ അഭിപ്രായങ്ങൾ, റിവ്യൂസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ സേഫ്റ്റി ഫീൽ ചെയ്യുന്നത് ഇവിടെയാണ്, യൂറോപ്യൻ കൺട്രീസിനേക്കാളിലും ഫീൽ ചെയ്യുന്നു എന്ന് സ്ത്രീകൾ തന്നെ അത് പറയുമ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇവർ ഷീസ് ഫ്രീ എന്ന് പറയുന്നതിലും ഷീസ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ അവളുടെ സേഫ്റ്റിയാണ് പ്രധാനം എന്ന് പറയുന്ന ആശയത്തിലല്ലേ നമുക്ക് കൂടുതൽ നിൽക്കേണ്ടി വരിക? അതല്ലേ നമുക്ക് കൂടുതലും അനുയോജ്യമായിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഷീസ് ഫ്രീ എന്ന് പറയുന്നതും അവിടെ ഫ്രീഡം ഇല്ല എന്നുള്ളതും. ഫ്രീ എന്ന് അവർ പറയെങ്കിലും നമുക്ക് പോലും അതിലൊരു ഇടപെടാൻ പറ്റാത്തൊരു ഇതാണ്. നമ്മളെപ്പോലും ഇന്ന ഡ്രസ്സ് ഇട്ടാൽ ഇതല്ല ഇപ്പോൾ ട്രെൻഡ് എന്ന് സ്വാഭാവികമായിട്ട് നമ്മളത് ചിന്തിക്കുന്ന എങ്ങനെയാണ്? ഇത്തരം സോഷ്യൽ മീഡിയയിലെ ഫീഡുകൾ കൂടെയൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ സാധ്യതകളെ പറ്റിയാണ് ഇനി ചോദിക്കാനുള്ളത്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് എത്രത്തോളം സാധ്യതകളുണ്ട്? ഇപ്പോൾ വസ്ത്രധാരണത്തിൻ്റെ കാര്യം ഇപ്പോൾ നമ്മളൊന്ന് സൂചിപ്പിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ആളുകൾ മൂടി പൊതിച്ച് നടക്കുന്നു എന്ന് പുരോഗമനവാദികളെന്ന് അവർ സ്വയം അഭിപ്രായപ്പെടുന്ന ആളുകൾ പറയുന്നു. സ്ത്രീകൾക്ക് ഇസ്ലാമിലൊരു എന്തില്ല, സാധ്യതകളില്ല. ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഒന്നിനെയും കീഴടക്കാൻ പറ്റില്ല. ആധുനികതകളെ ഒരിക്കലും അതിൻ്റെ സാധ്യതകളെ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്നൊക്കെ വിമർശനങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അതിന് പ്രതികരിക്കാനുള്ളത്? ഇസ്ലാമിലെ സ്ത്രീകളുടെ സാധ്യത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ വിശാലമാണ്. അത് നമ്മൾ പുതിയതായിട്ട് പറയുന്ന പുതിയ കാലത്തിൻ്റെ ഒരു എവല്യൂഷൻ അല്ല. അപ്പോൾ കേരളത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലൊക്കെ ചിലപ്പോൾ പുതിയ കാലത്ത് മാത്രമായിരിക്കും സ്ത്രീകൾ ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാംസ്കാരികമായ ഒരു എഫക്റ്റാണ്. അതായത് പല സ്ഥലങ്ങളിലും ഇസ്ലാം എത്തുന്ന വേളയിൽ ചില സ്ഥലങ്ങളിൽ ചില ആളുകളൊക്കെ അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് ഇസ്ലാമിനെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്.
നമുക്ക് അതിനെതിരെയുള്ള മൂവ്മെൻറ്റ്സ് ആണ് പലപ്പോഴും നമ്മൾ ഇസ്ലാഹി മൂവ്മെൻറ്റുകൾ എന്ന് പറയാം. അഥവാ നവോത്ഥാനം, പരിഷ്കാരം. നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പയർ ചെയ്യുന്നു. ഇസ്ലാമിനെ പല സ്ഥലങ്ങളിലും റിപ്പയർ ചെയ്ത് അതിൻ്റെ പഴയ ഫോമിലേക്ക്, ഒറിജിനൽ ഫോമിലേക്ക് കൊണ്ടുപോകുന്നതിന് നമ്മൾ ഇസ്ലാഹ് എന്ന് പറയാം. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ്, ആ കൊണ്ടുപോകുന്ന പ്രക്രിയയാണ്, അല്ലെങ്കിൽ ആ കൊണ്ടുപോകുന്ന സംഘമാണ്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇസ്ലാം പല കൾച്ചറുകളുമായി, സംസ്കാരങ്ങളുമായിട്ട് പല ആളുകളും അതിനെ വളച്ചൊടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഒരു കാലത്ത് സ്ത്രീകൾക്ക് കൈയക്ഷരം, അപ്പോൾ സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല, സ്ത്രീകളുടെ കൈയക്ഷരം ഔറത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇസ്ലാമാണോ? ഇസ്ലാമിൻ്റെ പ്രമാണത്തിൽ പറയുന്ന കാര്യമാണ്? അല്ല എന്നുള്ളതാണ്. ത്വലബൽ ഇൽമു ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇസ്ലാമിൻ്റെ പ്രമാണം പറയുന്നത് അതാണ്. ഇസ്ലാമിൻ്റെ പ്രമാണം പറയുന്നത് അറിവ് നേടൽ ഒരു മുസ്ലിം, അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമുകളുടെ മേലും നിർബന്ധമാണ്. ഫരീദ, പ്രോത്സാഹനീയമാണെന്ന് പോലുമല്ല, ഫരീദ നിർബന്ധം എന്നാണ് പറയുന്നത്. അറിവ് നേടാതിരിക്കാനൊരു വഴിയില്ല മുസ്ലിമിനെ സംബന്ധിച്ച്. എന്നാൽ ഇവിടെ ചില ആളുകൾ പറയുന്നു കയ്യക്ഷരം ഔറത്താണ്. ഇതിൽ ഏതാ ഇസ്ലാം? പ്രമാണമാണ് ഇസ്ലാം. അതുപോലെ ചില ആളുകൾ പറയുന്നു സ്ത്രീകൾക്ക് പള്ളി കയറാൻ പറ്റില്ല. പ്രവാചകന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ, പ്രമാണം എടുത്ത് നോക്കുമ്പോൾ പള്ളികളിൽ സ്ത്രീകളതാ രാത്രി നമസ്കാരങ്ങളിൽ പോലും പങ്കെടുത്തിട്ടുണ്ട്, ജുമഅകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ജമാഅത്തുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ജമാഅത്തുകളിൽ സ്ത്രീകൾ വന്ന് ജമാഅത്ത് വൈകി അവർ ഉറങ്ങിപ്പോയതിനെ പറ്റി ഹദീസ് നമുക്ക് കാണാൻ കഴിയും, ഇശാ ജമാഅത്തിന് പോലും. അപ്പോൾ പ്രമാണം പറയുന്ന അങ്ങനെയല്ല. അപ്പൊ ചില മനുഷ്യർ ഇസ്ലാമിനെ പറ്റി പറയുന്ന അല്ല ഇസ്ലാം, അല്ലെ ചില മനുഷ്യർ ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത സാഹചര്യങ്ങളല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രമാണമാണ്. ആ പ്രമാണം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ കാണാനും കഴിയില്ല. ഇപ്പോൾ നമുക്ക് AD 1000ങ്ങളുടെ സമയത്താണ് ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കോളേജുകൾ, യൂണിവേഴ്സിറ്റി എന്ന സിസ്റ്റം ആദ്യം വരുന്ന ആ സമയത്താണ്. അത് കൊണ്ടുവരുന്നത് ഫാത്തിമ അൽ ഫിഹ്രിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം വനിതയാണ്. എന്നാലോചിച്ച് നോക്കണം, നമ്മൾ യൂണിവേഴ്സിറ്റി പോലെ ലോകത്ത് ഇത്രമേൽ വൈജ്ഞാനിക വിപ്ലവം ഉണ്ടാക്കിയ വേറെ സംവിധാനമല്ല. ലോകത്ത് ഏത് നേട്ടങ്ങൾ നേടിയ ആളുകളും ഒരു 90% ആളുകളും ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളായിരിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് അത്രയും വലിയ മാറ്റം ഉണ്ടാക്കിയ സാധന. ഇത് തുടങ്ങുന്ന ഒരു മുസ്ലിം വനിതയാണ്. രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, ഇസ്ലാമിൽ നിന്ന് ഒരു സ്ത്രീക്കും മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. രണ്ട്, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാണ് ഫെസ് എന്ന് പറയുന്ന ഒരു നഗരത്തിൽ അൽ ഖറാവിയീൻ യൂണിവേഴ്സിറ്റി ഫാത്തിമ അൽ ഫിഹ്രിയ ഉണ്ടാക്കിയത്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്ന ഇസ്ലാമിക രാജ്യത്താണ്, ഇസ്ലാമിക ഭരണകൂടത്തിന് അടിയിലാണ്. ഇസ്ലാമിക ഭരണകൂടവും അത്തരത്തിൽ ഒരു സ്ത്രീ മുന്നേറ്റങ്ങളെയും തടയുന്ന രീതിയിലല്ല ഇസ്ലാമിക ഭരണകൂടങ്ങളും ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് നമുക്ക് ഒരുപാട് ചരിത്രത്തിലേക്ക് നോക്കിയാൽ ആയിഷ റളിയല്ലാഹു അൻഹ എത്രയോ സഹാബിമാരുടെ ടീച്ചറായിരുന്നു, അധ്യാപികയായിരുന്നു. അതേപോലെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് സ്ത്രീകളായ ഉദ്യോഗസ്ഥരുണ്ടായെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ അടുത്ത് കേരളത്തിൽ ഇപ്പോൾ ഇസ്ലാമികമായിട്ട് അവതരിപ്പിക്കുന്നതും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസമാണ്. കേരളത്തിൽ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനെ ഒരു വേദിയിൽ ഒരു സമ്മാനം വാങ്ങാൻ വന്ന പെൺകുട്ടി ഇറക്കി വിട്ട ഒരു സംഭവം ഉണ്ടായി. ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന ഒരാൾ. അവിടെ ഇസ്ലാമിന്റെ നിലപാട് എന്താണ്? ഇസ്ലാം എന്താണ് പറയുന്നത്? ഇപ്പോൾ ഇസ്ലാമിലെ ഖലീഫമാരിൽ ഏറ്റവും പവർഫുള്ളായ ഖലീഫ എന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മിമ്പറിൽ നിന്ന് അല്ലെങ്കിൽ സദസ്സിനെ അഭിമുഖീകരിച്ച് വളരെ പ്രധാനപ്പെട്ട തീരുമാനം പറഞ്ഞു. സ്ത്രീകളൊക്കെ മഹർ ചോദിക്കുന്നത് കുറച്ച് കൂടിയിട്ടുണ്ട്. മഹർ അതുകൊണ്ട് മനസ്സിലാക്കണം, മഹർ സ്ത്രീയുടെ അവകാശമാണ്. പലപ്പോഴും അറിയാത്തൊരു വിഷയം കൂടിയാണ്. മഹർ എന്താണ് വേണ്ടതെന്ന് സ്ത്രീക്ക് ചോദിക്കാം. സ്ത്രീ ചോദിക്കുന്നതാണ് പുരുഷൻ തരേണ്ട മഹർ. ചർച്ച ചെയ്ത് അതിൽ നീക്കുപോക്കുകളാകാമെങ്കിലും സ്ത്രീ അവസാനം പറയുന്ന അഭിപ്രായമാണ് മഹർ. അത് തന്നെ മഹറായിട്ട് കിട്ടണം. അത് വിലപിടിപ്പുള്ളൊരു സാധനമാവണം. ഇത് ഇപ്പോൾ ഖുർആനെ കൊടുക്കുന്ന ഒരു ട്രെൻഡാണ്. സാന്ദർഭികമായിട്ട് പറയാണ്, ഖുർആനെ കൊടുക്കുന്ന ഒരു ട്രെൻഡാണ്. ഖുർആനൊക്കെ വേണമെങ്കിൽ ഒരു സാമ്പത്തിക ശേഷിയും ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കാവുന്ന ഒരു കാര്യമായിട്ട് മാത്രം അവതരിപ്പിക്കുന്നതല്ലാതെ മഹറായിട്ട് മൂല്യമുള്ളൊരു സാധനം തന്നെ ആവണം. അതും സ്ത്രീ തീരുമാനിക്കുന്ന കാര്യമാവണം. അപ്പം മദീനയിൽ ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ സമയത്ത് പറഞ്ഞാൽ സ്ത്രീകൾ മഹർ ചോദിച്ച് കൂടിയിട്ട് പുരുഷന്മാർക്ക് താങ്ങാൻ കഴിയുന്നില്ല. പുരുഷന്മാർ വിവാഹം കഴിക്കാൻ പ്രയാസപ്പെടാണ്. ഉമർ റളിയല്ലാഹുവിന്റെ പരാതി എത്താണ്. ഉമർ റളിയല്ലാഹു വലിയ സാഹസിന്റെ അടുത്ത് പറയാണ്, നിങ്ങൾ മഹർ ചോദിക്കുന്നതിന് പരിധി വെക്കണം എന്ന് പറയാണ്. ആ സദസ്സിന് ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, ഒരു കൂമ്പാരം സ്വത്ത് പോലും മഹറായിട്ട് വാങ്ങുന്ന സാഹചര്യത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു ഞങ്ങൾക്ക് അനുവദിച്ച് നൽകിയ കാര്യം അത് ഹറാമാക്കാൻ
ഉമർ ആരാണ്? ആരോടാണ് പറയുന്നത്? ഇസ്ലാമിലെ ഏറ്റവും പൗരുഷമുള്ള ഏറ്റവും ശക്തനായ ഖലീഫയോടെ പറയുന്നത്. അള്ളാഹു അനുഭവിച്ച് നൽകിയ കാര്യം ഞങ്ങൾക്ക് ഹറാമാക്കാൻ ഉമർ ആരാണ്? മുർലാനു കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. മുർലാനു പറയുന്നത് ആ സ്ത്രീയാണ് ശരി, ആ സ്ത്രീക്കാണ് ഉമറിനേക്കാൾ വിവരമുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കേരളത്തിലെ സംഭവം വെച്ച ഒരാൾ വിലയിരുത്തുകയാണ്. പണ്ഡിതന്മാരുടെ അടുത്തേക്കൊന്നും സ്ത്രീകൾക്ക് വരാനേ പാടില്ല. പ്രവാചകൻ സ്ത്രീകൾക്ക് പ്രത്യേകം ക്ലാസ്സുകൾ എടുത്തിരുന്നു. പണ്ഡിതന്മാരുടെ അടുത്തേക്കൊന്നും വരാനേ പാടില്ല, സ്ത്രീകൾക്കൊന്നും സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യമല്ല. അതല്ല ഇസ്ലാം, ഇതാണ് ഇസ്ലാം. ഇസ്ലാം എന്താണെന്നുള്ളത് പ്രമാണങ്ങൾ എന്ന് പഠിക്കുക. ഇസ്ലാമിലെ സ്ത്രീകളുടെ സാധ്യതകൾ അവിടെ നമുക്ക് വളരെ വിശാലമായിട്ട് കാണാൻ കഴിയുന്നതാണ്, വളരെ വിശാലമായിട്ട് കാണാൻ കഴിയുന്നതാണ്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബം പോലത്തെ വിഷയങ്ങൾ പ്രഥമ പരിഗണനയിൽ ഉണ്ടാവണം. അത് പുരുഷന്റെയും സ്ത്രീകളുടെയും വേണം. കുടുംബം, കുട്ടികൾ പോലെയുള്ള നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ പ്രഥമ പരിഗണനയിൽ ഉണ്ടാവണം. ആ പരിഗണനയെ പരിഗണിച്ചുകൊണ്ട് ഏത് എക്സ്റ്റെൻഡിലേക്ക് വേണമെങ്കിലും സ്ത്രീകൾക്ക് പോകാൻ, ആ പോകുന്നതിൽ ഒരു തടസ്സമില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇന്ന് പോലും UAE ഒരു ബഹിരാകാശ ദൗത്യം നിർവഹിച്ച് പൂർത്തീകരിച്ച ഹിജാബിയായ ഇസ്ലാമിക വസ്ത്രം പൂർണ്ണമായി ധരിച്ചൊരു സ്ത്രീ നമുക്ക് കാണാൻ കഴിയും. അത്ര വാസ്റ്റായ വൈഡായ ഒരു ഓപ്ഷൻ ഇസ്ലാം കൊടുക്കുന്നുള്ളതാണ്. അതുപോലെ ഇപ്പൊ അടുത്ത് കണ്ടതാണ് ബഹ്റൈനിലെ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല, 192 രാജ്യങ്ങളാണ് 12 വർഷത്തിൻ്റെ ഉള്ളിൽ അവർ കവർ ചെയ്തത്. അതായത് സോളോ ട്രിപ്പ് അടിച്ച്. അത് പറഞ്ഞപ്പോഴാണ് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ മഹറം വേണമെന്നുള്ളൊരു നിയമം, സേഫ് ആവണം, അവൾ സേഫ് ആവണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വെച്ചിട്ടുള്ളൊരു നിയമമാണ് മഹറം വേണമെന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിൽ ഇസ്ലാമിൻ്റെ അഭിപ്രായം, അപ്പോൾ മഹറം വേണമെന്ന് പറയുമ്പോൾ എന്നും ഒരാൾക്ക് വീട്ടിലുള്ളവർക്ക് ഇപ്പോൾ ഈവൻ കോളേജിലേക്ക് പോകുമ്പോൾ പോലും അതൊരു ആപ്റ്റായിട്ട് തോന്നില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ, പഠിക്കാൻ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇസ്ലാമിൽ അത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ജോലി ചെയ്യലാണെങ്കിലും പഠനമാണെങ്കിലും ഇസ്ലാം ഒന്നും സ്ത്രീകൾക്ക് നിഷിദ്ധമാക്കുന്നില്ല. പക്ഷെ അത് ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്ലാമിൻ്റെ നിയമമാണെന്ത്, യാത്രകൾ ചെയ്യുമ്പോൾ മെഹ്റം ഉണ്ടാവണം. അതിൻ്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമത്തിലൊരു ഇപ്പോൾ ഖിയാസ് ഇജ്തിഹാദുകൾ വരുമല്ലോ സ്വാഭാവികമായിട്ടും കാലത്തിനനുസരിച്ച്. അത്തരത്തിൽ ഇജ്തിഹാദുകളിൽ പല പണ്ഡിതന്മാരുടെ അഭിപ്രായമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ മെഹ്റം വേണമെന്ന വിഷയത്തിൽ വലിയ ഇളവുകൾ ഉണ്ടെന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു സ്ത്രീ സോളോ ട്രിപ്പ് നടത്തുകയാണ് ലോകത്ത്. ആ ലോകത്ത് സോളോ ട്രിപ്പ് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പല സാഹചര്യങ്ങളിലേക്കും പല വ്യത്യസ്തമായ അവസ്ഥകളിലേക്കും അവൾ എക്സ്പോസ്ഡ് ആവും. ആ സമയത്ത് അവൾക്ക് അത്തരത്തിലൊരു പുരുഷൻ്റെ, ഒരു മെഹ്റമായിട്ടുള്ള ഒരാളുടെ പിന്തുണ അനിവാര്യമാണ്. അപ്പോൾ ഈ അടുത്ത് ഇത്തരത്തിൽ ഇസ്ലാം മതമൊന്നും ഫോളോ ചെയ്യാത്ത ഒരാൾ അത്തരത്തിലൊരു യാത്ര നടത്തിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, അവർ പറയുന്നത് നിങ്ങളുടെ സഹോദരനെ പോലെ, ഉപ്പയെ പോലെ അങ്ങനെയൊന്നും ആരെയും കരുതരുത്. ഒരുപാട് യാത്രകൾ പോയ സ്ത്രീയാണ് പറയുന്നത്. യാത്രകൾ ചില ആളുകൾക്ക് വരും, ഞാൻ സഹോദരനെ പോലെയാണ്, ബ്രദർലി ഫീലാണ്, ഫാദർലി ഫീലാണ്. ദർ ഈസ് നോ വൺ ലൈക്ക് ദാറ്റ്. ഒരാളും അതുപോലെയില്ല. ഉപ്പയാണോ, ആ പെൺകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, ഉപ്പയാണോ നിങ്ങൾക്ക് വിശ്വസിക്കാം, സഹോദരനാണോ നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, പണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒരുപാടായിരുന്നു, ഇന്ന് അത്തരം സാഹചര്യങ്ങൾ കുറവാണ്. ആ കുറവുള്ള സാഹചര്യങ്ങളിലാണെങ്കിലും എന്ത് ചെയ്യണം, മെഹ്റം ഒപ്പം ഉണ്ടാവണം എന്നുള്ളതാണ്. പണ്ട് ഏകദേശം യാത്രകളിലൊക്കെ അങ്ങനത്തെ സാഹചര്യങ്ങളാണ്. അപ്പോൾ മെഹ്റമിൻ്റെ അനിവാര്യത എന്തായാലും എല്ലാ സാഹചര്യങ്ങളും വരും. ഇപ്പോൾ ആ സാഹചര്യങ്ങൾ കുറവാണ്. കുറവായ സാഹചര്യങ്ങൾ എന്തായാലും എന്ത് വേണം, മെഹ്റം വേണം. അതല്ലാത്ത പ്രാദേശികമായിട്ടുള്ള അവസ്ഥകളിൽ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൻ്റെ അണ്ടറിൽ, ഒരു സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ പോകുന്ന വേളയിൽ അത്തരത്തിൽ മെഹ്റമുകളുടെ ആവശ്യമില്ല, നിബന്ധന അവിടെ ഇല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇജ്തിഹാദുകളിലൂടെ ഇന്ന് കാണാൻ കഴിയും. അഥവാ ഇത്തരം സാഹചര്യങ്ങളിൽ മെഹ്റം അനിവാര്യമല്ല. ഇപ്പോൾ ജോലി, അതുപോലെ പഠന ആവശ്യാർത്ഥമായിട്ടുള്ള യാത്രകൾ ഒരു സംവിധാനത്തിൻ്റെ അണ്ടറിലാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സോഷ്യൽ മോണിറ്ററിംഗ് ഉള്ള ഒരു യാത്രയാണത്. അപ്പം അത്തരം ഒരു യാത്രകളിൽ മെഹ്റം അനിവാര്യമാണെന്ന് ഇല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരെ കാണാൻ കഴിയും. എന്നാൽ ഇസ്ലാമിൻ്റെ ആ നിയമം എന്താണ്, വളരെ പ്രസക്തമായിട്ട് ഇപ്പോഴും നമുക്ക് ഇത്തരം ടെസ്റ്റിമോണികളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയെ, മുസ്ലിം പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരുപാട് ആൺപെൺ സൗഹൃദങ്ങൾ മിക്സായിട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആവുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇപ്പോഴത്തെ നമുക്കറിയാം ബെസ്റ്റി എന്നൊക്കെ ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാം ഇപ്പോൾ ആൺപെൺ സൗഹൃദത്തിൽ എന്തൊരു പ്രയാസമാണുള്ളത്, അല്ലെങ്കിൽ ഇസ്ലാം എന്തുകൊണ്ട് ഒരു അതിരുവിട്ട ഒരു സൗഹൃദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല? ഇസ്ലാമിനെ സംബന്ധിച്ച് അതിരുവിട്ട സൗഹൃദങ്ങൾ, ഇപ്പോൾ ഒന്ന് സൗഹൃദങ്ങൾ അതിരുവിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ സയൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് ആ സയൻസ് അതിരുവിടലുകളല്ല. ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം ടച്ച് ചെയ്യാൻ പാടില്ല, ഇസ്ലാമിൻ്റെ നിയമമാണ്. തൊടാൻ പാടില്ല.
അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുന്ന കുട്ടികളുണ്ട്. സലാം പറയുകയാണല്ലോ, സലാമിൻ്റെ സുന്നത്താണല്ലോ കൈ കൊടുക്കൽ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ രണ്ടുപേർ കാണുമ്പോൾ ആലിംഗനവും സുന്നത്തിലുണ്ട്. അവിടേക്ക് ഇപ്പം എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ അതിലേക്ക് എത്തിയിട്ടുണ്ടാവും. അത് സുന്നത്തെന്ന് പറയാൻ പറ്റില്ല. അവിടെ പുരുഷനും സ്ത്രീയും ആണെങ്കിൽ എന്ത് ചെയ്യാം? ആ സുന്നത്ത് പ്രാവർത്തികമാക്കാന്നുള്ളതാണ്. സ്ത്രീ പുരുഷൻ എന്നുള്ളതിൽ സ്ത്രീ പുരുഷൻ എന്ന ഒരവസ്ഥയിൽ അവിടെ തൊടാതിരിക്കലാണ് ഇസ്ലാമിൻ്റെ നിയമം. തൊടാതിരിക്കണം, സ്പർശിക്കാതിരിക്കണം എന്നുള്ളതാണ്. ആ ഗ്യാപ്പ് ഇടണം എന്നുള്ളതാണ്. സംസാരങ്ങളിൽ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് സംസാരിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു? സ്ത്രീയോട് ഇസ്ലാം കൽപ്പിക്കുന്നു. അതേപോലെ തന്നെ വളരെ അടുത്തിടപഴകരുത്. അഥവാ ഖുർആന്റെ പ്രയോഗം എന്ന് പറഞ്ഞാൽ ആരുടെ മനസ്സിലാണോ രോഗമുള്ളത് ആ രോഗമുള്ളയാൾക്ക് മറ്റൊരു രീതിയിൽ വായിക്കാൻ കഴിയുന്ന ഇടപെടൽ നിങ്ങളെ ഭാഗത്തുണ്ടായിരുന്നതാണ്. അത് നമ്മളെ ഉത്തരവാദിത്തമാണ്. രോഗമുള്ളവരായി പരിചയപ്പെടുത്തുന്നത് പുരുഷനെയും ഇടപെടേണ്ടവരുടെ പരിചയപ്പെടുത്തുന്നത് സ്ത്രീകളെയാണ്. ഈ ആയത്തിൽ നേരത്തെ പുരുഷൻ തെറ്റില്ല എന്നുള്ളതല്ല, പുരുഷന് സ്വാഭാവികമായിട്ട് അതിന് ശിക്ഷകൾ ഉണ്ടാവും. നേരെ മറിച്ച് ആ ഇടപെടൽ നിയന്ത്രിക്കേണ്ട ബാധ്യത അവിടെ സ്ത്രീക്കാണ്. എൻ്റെ ഇടപെടലിൽ രണ്ടാമതൊരു ഉദ്ദേശം അവന് തോന്നാൻ പാടില്ല. അവൻ ഇനി ഇവൾക്ക് ഇത് എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ഒരു താല്പര്യം ഉണ്ടോ എന്നൊരു തോന്നൽ അവൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒറ്റയ്ക്ക് ഇടപെടാൻ പാടില്ല എന്ന് പറയും. അഥവാ ഒറ്റക്കാകാൻ പാടില്ല സ്ത്രീയും പുരുഷനും. ഒറ്റക്കായാൽ സ്വാഭാവികമായിട്ട് അവിടെ മൂന്നാമതൊരാളായിട്ട് പിശാച് വരും. അതോ പിശാച് വരും എന്ന് പറഞ്ഞാൽ പിശാച് ഇങ്ങനെ വന്നിറങ്ങി നിൽക്കുകയോ സംസാരിക്കുക ചെയ്യുന്നതല്ല. നമ്മൾ മനസ്സിൽ വസ്വാസുകളും തെറ്റായ ചിന്തകളും ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്. ഒറ്റക്കാകുന്നതിൻ്റെ ആധുനിക രൂപമാണ് ഫിസിക്കലി ഒറ്റക്കാകുന്നത് പോലെ അതിൻ്റെ ആധുനിക രൂപമാണ് പേഴ്സണൽ ചാറ്റിങ്ങുകൾ. പേഴ്സണൽ ചാറ്റിങ്ങിൽ ഒറ്റക്കാണ്. ഒരു സ്ത്രീയും പുരുഷനും ചാറ്റ് ചെയ്യുമ്പോൾ ഒറ്റക്കാണ്. ആ പേഴ്സണൽ ചാറ്റിങ്ങിന് അർത്ഥം തീരെ പാടില്ല എന്നുള്ളതല്ല. അത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ എന്ത് വിഷയത്തിലാണ് ചാറ്റ് ചെയ്തതെന്ന് പറയാൻ പറ്റണം. അല്ലാതെ സുഖാണോ, സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ, എന്താ പരിപാടി, എന്താ കഴിച്ചത്, എങ്ങോട്ടാണ് പോകുന്നത്, ഇതൊന്നും എന്തിൽ അലൗഡല്ല? പേഴ്സണൽ ചാറ്റിങ്ങിൽ. അപ്പോൾ അത് പേഴ്സണൽ ചാറ്റിങ് അനിവാര്യമായിട്ടുള്ള വേളകൾ, ഒരു പ്രത്യേക കാര്യം സംസാരിക്കുക, ഒരു പ്രത്യേക വിഷയം സംസാരിക്കുക, അത്തരം വേളകൾ ഒഴികെ എന്ത് ചെയ്യണം? പേഴ്സണൽ ചാറ്റിങ്ങുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. അത്തരം വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഒരു ഗ്രൂപ്പിൽ, പൊതുവെ ഗ്രൂപ്പിൽ ചോദിക്കാം. ഇപ്പം നമ്മൾ സ്ത്രീയും പുരുഷനും സംസാരിക്കുന്നത് ഹറാമല്ല ഇസ്ലാമിൽ. നേരത്തെ പറഞ്ഞ പോലെ കൊഞ്ചി സംസാരിക്കുന്നതും ഒറ്റക്കാകലും അടുത്തിടപഴകലും തെറ്റാണ്. ഇപ്പം എങ്ങനെ സംസാരിക്കാം? വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് എന്ത് ചെയ്യുക? സമൂഹത്തിനിടയിൽ ആളുകൾ കാണുന്ന രീതിയിൽ അതിനൊരു പ്രത്യേക സുരക്ഷിതത്വമുണ്ട്. ഇനി ഇതല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യങ്ങളാണ് സ്വാഭാവികമായിട്ട് എന്തുണ്ടാക്കുന്നത്? ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പുകൾക്ക് പലപ്പോഴും നയിക്കുന്നത് ഈ കാര്യങ്ങളാണ്. ഈ വിഷയങ്ങളാണ് അവസാനം ബന്ധങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അതിലുണ്ടാകുന്നൊരു സംശയം, ഇപ്പോൾ വിവാഹേതര ബന്ധങ്ങൾ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പുള്ള പ്രണയങ്ങളൊക്കെ നമുക്ക് ഒരു കണക്കിന് നോക്കുമ്പോൾ അതൊരു നല്ലതായിട്ട് തോന്നാറില്ലേ? കാരണം നമ്മുടെ ലൈഫ് ലോങ് പാർട്ട്ണറെയാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ അയാളുടെ എല്ലാ ക്വാളിറ്റികളും അല്ലെങ്കിൽ നെഗറ്റീവ്സും പോസിറ്റീവ്സും ക്യാരക്ടർ വൈസൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളതൊരു പ്ലസ് പോയിന്റ് അല്ലേ? അപ്പം അങ്ങനെ ആകുമ്പോൾ ഇസ്ലാം എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്? ഒരു വ്യക്തിയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കല്യാണം കഴിയുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഗുണമാണെന്ന് മാത്രമല്ല, അങ്ങനെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അറിഞ്ഞിരിക്കാൻ റിലേഷനിലാവണമെന്നുണ്ടോ? റിലേഷനിലാവേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ റിലേഷനിലായി കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി നെഗറ്റീവ്സും അറിയാൻ പറ്റുമെന്നാണോ കരുതിയിരിക്കുന്നത്? അല്ല. അതായത് ഈ പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിരിക്കും പലപ്പോഴും. അഥവാ ഈ സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ഏതോ ഒരു ഗുണത്തിൽ, ഒരു ക്വാളിറ്റിയിൽ ഈ അപ്പുറത്തെ ആൾ വീണുപോയി. സൗന്ദര്യത്തിലാവാം, സംസാരത്തിലാവാം, വാട്ട് എവർ ഇറ്റ് ഇസ്, എന്തായിക്കോട്ടെ, ഒരു ഗുണത്തിൽ വീണുപോയി. ആ വീണുപോയതിൻ്റെ പേരിൽ എന്തായി? റിലേഷനിലായി. വേറൊന്നും നോക്കാതെ റിലേഷനിലായി. ഇപ്പോൾ ഈ രണ്ടുപേരും എങ്ങനെയാണ്? റിലേഷനിലാണ്, പക്ഷെ ഔദ്യോഗികമല്ല, എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാവുന്ന റിലേഷനാണ്. സ്വാഭാവികമായിട്ടും ഈ റിലേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ആസ്വാദനത്തിൻ്റെ പീരീഡാണ്. ഈ പീരീഡിൽ രണ്ടുപേരും അവരുടെ പോസിറ്റീവായിട്ടുള്ള സൈഡ് മാത്രമേ മറ്റൊരാളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുള്ളൂ. അല്ലെങ്കിൽ മാക്സിമം പോസിറ്റീവ് പ്രൊജക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അല്ലാത്ത ആളുകൾ കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ അല്ലാത്ത ആളുകളിൽ പോലും ചിലപ്പോൾ ചില ആളുകളൊക്കെ ഭയങ്കര നെഗറ്റീവ് ബിഹേവിയേഴ്സ് ആയി അത് മറ്റാളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ പൊതുവെ എന്താണ്? ഈ ഒരു പോസിറ്റീവ് സൈഡ് പ്രൊജക്റ്റ് ചെയ്യാനാണ് ആളുകൾ ശ്രമിക്കുക. ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ആളെ വിചാരം ഇവൻ നല്ലൊരാളാണ്, അല്ലെങ്കിൽ ഇവള് നല്ലൊരാളാണ്. ഇവളൊന്നും ആയിരിക്കൂല. വിളികളിലൊക്കെ ഏട്ടായും വാവി അങ്ങനെ പല വിളികളൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും ഈ ആൾ ഭയങ്കര നല്ല മനുഷ്യനായിരിക്കും വിചാരിക്കാം. ഇത് കല്യാണത്തിലേക്ക് എത്തും.
കല്യാണത്തിലേക്ക് എത്തിയ പിന്നെ എന്തായി? ഇഫ് മാരേജ് പ്രണയബന്ധം കല്യാണത്തിലേക്ക് എത്തിയ പ്രണയബന്ധം കല്യാണത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലോ, സീരിയസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ രണ്ടിൽ ഒരാളുടെ മാനസികാവസ്ഥ ഭയങ്കര പ്രയാസമായിരിക്കും, വലിയ ബുദ്ധിമുട്ടുള്ള അയാൾ കടന്നു പോകേണ്ടി വരും. ഇനി കല്യാണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ, കല്യാണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും ഈ പോസിറ്റീവ് പ്രൊജക്ഷൻസ് മാത്രം ഉണ്ടായ ഒരാൾ സ്വാഭാവികമായിട്ടും അയാൾ കരുതി കൂട്ടിയിട്ടൊന്നാവില്ല, സ്വാഭാവികമായിട്ടും അയാളെ നെഗറ്റീവ് സൈഡ്സ് പുറത്തേക്ക് വരും. കാരണം ജീവിതമാണ്. ഇനി ഒരാളെ കൊല്ലം 10, 30, 40 കൊല്ലം ജീവിക്കുകയാണ്. അവിടെ പോസിറ്റീവ് ഷെയ്ഡ്സ് മാത്രം പുറത്തേക്ക് കാണിക്കാൻ പറ്റൂല, എപ്പോഴും റൊമാൻറ്റിക് എന്ന സംഭവം ആകാൻ പറ്റൂല. അവിടെ സ്വാഭാവികമായ പച്ച മനുഷ്യൻ പുറത്തേക്ക് വരും. പക്ഷെ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പുരുഷൻ ഈ ബന്ധത്തിലേക്ക് വന്നത് എന്ത് പ്രതീക്ഷിച്ചിട്ടാണ്, എന്ത് എക്സ്പെക്ടേഷനിലാണ്? ഇയാൾ നല്ലൊരു ആളാണ്, നല്ല സ്വഭാവം മാത്രമുള്ള ആളാണ്, ഫുൾ ടൈം കെയറിങ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ റിലേഷനിലേക്ക് കയറി വരുന്നത്. പക്ഷെ അയാൾക്ക് അങ്ങനെയാകാൻ പറ്റൂല. അത് അയാളുടെ ഒരു ആ ബന്ധത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്വാഭാവിക അഭിനയമായിരുന്നു. അവിടെയാണ് ആ ബന്ധം പൊളിയുന്നത്. നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ കൊഹാബിറ്റേഷനുകൾ, പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തിയതിൻ്റെ സക്സസ് റേറ്റുകൾ എത്രയോ താഴെയാണ്. അപ്പം നേരത്തെ പറഞ്ഞ തിയറി ശരിയാവണമെങ്കിൽ പ്രണയിച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ നേരെ അറിഞ്ഞ് ഒരാളെ വിവാഹം കഴിച്ചാൽ എന്താവണം? ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. പ്രണയബന്ധത്തിലൂടെ വിവാഹം കഴിച്ചാൽ എന്ത് ചെയ്യരുത്? പെട്ടെന്ന് പൊട്ടാൻ പാടില്ല, ഒരുപാട് കാലം നിൽക്കണം. കാരണം എന്താ? പോസിറ്റിവിറ്റി നെഗറ്റീവ്സ് അറിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ അങ്ങനെയല്ല കാണാൻ കഴിയുന്നത്. കൊഹാബിറ്റേഷൻ റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളിലൂടെ വന്ന വിവാഹബന്ധങ്ങളിലെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കുറവാണ്, അല്ലെങ്കിൽ ഡിവോഴ്സ് റേറ്റ് അത്രയും കൂടുതലാണ്. സാറ്റിസ്ഫാക്ഷൻ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ലോ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്? ലോ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാൻ കാരണം വലിയ പ്രതീക്ഷയോടെ വരുന്നേ, ആ പ്രതീക്ഷയോടെ മീറ്റ് ചെയ്യൂല. അപ്പുറത്തേക്കുന്ന സ്ത്രീയോ പുരുഷനോ നേരത്തെ പറഞ്ഞ പ്രണയബന്ധത്തിലുള്ളതുപോലെ ആയിരിക്കൂല ഫുൾ ടൈം. ഒരു കാറ്റഗറി ഇങ്ങനെ, വേറൊരു കാറ്റഗറി അറിഞ്ഞാൽ അപ്പുറത്തെ ആൾക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയാളെ സംസാരം തീരെ ശരിയല്ല, പബ്ലിക്കിലെ പെരുമാറ്റം തീരെ ശരിയല്ല, എൻ്റെ ഉമ്മയോട് ഉപ്പനോടൊന്ന് വർത്താനം പറയാൻ അറിയൂല. പക്ഷെ എനിക്ക് അയാളെ ഇഷ്ടമായിപ്പോയി, ഞങ്ങൾ റിലേഷൻഷിപ്പിലായിപ്പോയി. ആ ഒറ്റ കാരണം കൊണ്ട് അവരുമായിട്ട് മുന്നോട്ട് പോകും. നേരത്തെ പറഞ്ഞത് എന്താണ്? ചില ആൾക്കാരെ പോസിറ്റീവ്സ് മാത്രമേ അയാൾ റിലേഷൻഷിപ്പിൽ കാണിക്കുള്ളൂ, അതുകൊണ്ട് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് കല്യാണം കഴിച്ചു പോയി. രണ്ടാമത്തെ സൈഡ് പറഞ്ഞാൽ നെഗറ്റീവ്സ് അറിയാം, പക്ഷെ ബന്ധത്തിൽ നിന്ന് പിന്നിലേക്ക് പോരാൻ പറ്റുന്നില്ല. അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുടുംബമടക്കം, ആ ഫാമിലി സർക്കിൾ അടക്കം പല വിഷയങ്ങളിലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും നേരത്തെ പറഞ്ഞതല്ലാത്ത മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഈ വ്യക്തിയുടെ കൂടെ കുറേ കാലം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ള പല കാരണങ്ങൾ കൊണ്ട്, ടോക്സിക് നമ്മൾ പറയൂലേ, ആ ഒരു കാരണം കൊണ്ട് പലപ്പോഴും ഡിവോഴ്സ് റേറ്റുകൾ കൂടുന്നു, ലോ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തുന്നു. ഒറ്റ കാരണമുള്ളതിന്, ഇതിനൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ. വിവാഹത്തിന് മുമ്പുള്ള പ്രണയം. വിവാഹത്തിന് മുമ്പുള്ള പ്രണയം എവിടുന്നാ വരുന്നേ? ചില പ്രത്യേക ഫാക്ടേഴ്സിൽ നമ്മൾ അട്രാക്റ്റഡ് ആവുന്നു, ഇഷ്ടപ്പെടുന്നു. എന്നാൽ അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോഴോ അവിടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും അറിയാൻ പറ്റുള്ളൂ. ഇവിടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും അറിയാൻ പറ്റുന്നില്ല. ഏതോ സിംഗിൾ കാര്യത്തിൽ നമ്മൾ കൊളത്തിടുന്നു, ലോക്കാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു. അത് പറഞ്ഞപ്പോഴാണ് നമ്മളൊരു സിംഗിൾ കാര്യത്തിൽ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ബോധർ ചെയ്യില്ല. അപ്പൊ അതിൽ അട്രാക്റ്റീവ് ആയിട്ട് ഇയാളാണ് ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതില് പിന്നെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്ന ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കല്യാണത്തിന് ശേഷമായിരിക്കും. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? അറേഞ്ച്ഡ് മാരേജിന്റെ വളരെ വിശാലമായിട്ടുള്ള സ്കോപ്പ് കാണുന്നത്. കംപ്ലീറ്റ് അന്വേഷിക്കാം, സംസാരം അന്വേഷിക്കാം, പെരുമാറ്റം അന്വേഷിക്കാം, സമൂഹത്തിൽ എങ്ങനെയാ അന്വേഷിക്കാം, സാമ്പത്തിക ഇടപാട് എങ്ങനെ അന്വേഷിക്കാം, സൗന്ദര്യം എന്താ നോക്കാം, എല്ലാം നോക്കാം. നോ എന്ന് പറയാം, പറ്റൂലെങ്കിൽ വേണമെങ്കിൽ മാത്രം എസ് എന്ന് പറയാം. ഇങ്ങനെ ചില ആൾക്കാർ പറയാണ് ഇത്രയൊക്കെ അന്വേഷണം സാധ്യത അറേഞ്ച്ഡ് മാരേജ്, അതിൽ ഞങ്ങൾക്ക് ഇഷ്ടം തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. ഇഷ്ടം എവിടെയാണ്? നേരത്തെ പറഞ്ഞ പ്രണയബന്ധത്തിലാണ്. പ്രണയബന്ധം എന്ന് പറഞ്ഞാൽ എപ്പോൾ? 9ാം ക്ലാസ്സിൽ ഒരേ ക്ലാസ്സിലായതുകൊണ്ട്, +1 അപ്പുറത്തെ ക്ലാസ്സിൽ ഉള്ളത് കൊണ്ട്, ഞാൻ അവനെ ഇന്ന സമയത്ത് കണ്ടതുകൊണ്ട്, അവൻ്റെ ഈ ഒരു ഫാക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അവനുമായിട്ടുള്ള വിവാഹം എനിക്ക് വേണം. എന്താണ് ഫ്രീഡം? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ഇപ്പോൾ വിവാഹപ്രായമായാൽ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പാലക്കാട് ജില്ല മുഴുവനായിരിക്കാം, പാലക്കാട് മലപ്പുറം ജില്ലകൾ മുഴുവനായിരിക്കാം. അത്രയും സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട ടൈപ്പ് ഓഫ് ആളെ നിങ്ങൾക്ക് കണ്ടെത്താം. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വേറൊരു ഓപ്ഷൻ, ജീവിതത്തിൻ്റെ യാത്രകൾക്കിടയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാം. വിവാഹപ്രായം എത്തിയാൽ ഒബ്സർവ് ചെയ്യാം. ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ആളുണ്ടോയെന്ന് ഒബ്സർവ് ചെയ്യാം. ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഈ ഒബ്സർവേഷൻ പ്രണയത്തിൽ നടക്കൂല, കാരണം നിങ്ങൾ ലോക്ക്ഡ് ആണ്. ഏതോ ഒരു ഫാക്ടറിൽ നിങ്ങൾ അട്രാക്റ്റഡായി കുടുങ്ങിക്കിടക്കുകയാണ്. ആ കുടുങ്ങിയതിൻ്റെ എഫക്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡിവോഴ്സ് റേറ്റ് ഇത്ര കൂടുതലാണ്, സക്സസ് റേറ്റ് ഇത്ര കുറവാന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്രയോ പെൺകുട്ടികളുടെ ജീവിതം, എത്രയോ ആൺകുട്ടികളുടെ ജീവിതം അവിടെ അങ്ങനെ പോയി കഴിഞ്ഞു എന്നാണ് അർത്ഥം.
സക്സസ് റേറ്റ് കുറവാന്ന് പറഞ്ഞാൽ സക്സസ് ആവാത്തവരൊക്കെ അവിടെ പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായി പ്രണയത്തിലൂടെ വിവാഹത്തിലെത്തിയ ആളുകൾ, ഇപ്പോൾ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ കേട്ടോ, പുറത്തുനിന്ന് നോക്കുമ്പോൾ പെരിഫറലായിട്ട് നോക്കുമ്പോൾ നല്ല നല്ല ഫാമിലി റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന ആളുകൾ തന്നെ ഇപ്പോൾ കൗമാരക്കാരൻ അർത്ഥത്തിൽ നമുക്കൊരു സജഷൻ തരും, പ്രേമിച്ച് വിവാഹം കഴിക്കരുത്, പെട്ടുപോകുന്നു. കാരണം ആ പെട്ടുപോകൽ എന്ന് പറയുന്നത് തീരുമാനമെടുത്തതിൽ അബദ്ധം എത്രമേൽ വലുതാണെന്നുള്ളത് ഒന്നോ രണ്ടോ കുട്ടി അതിന് ശേഷമോ കല്യാണം കഴിച്ചതിന് ശേഷമോ ഒരു വലിയൊരു കരാർ ഉണ്ടായതിനു ശേഷമോ അറിയുന്നതെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചറിയുന്നതെങ്കിൽ ഉണ്ടാകുന്നൊരു ജീവിതത്തിലെ പ്രയാസം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാം ഫാമിലി അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്ലാം എല്ലാം കുടുംബവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇസ്ലാമിക രാജ്യത്തെയോ ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയോ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ അതിനെതിരെ പോരാടുക എന്നുള്ളത്, ജിഹാദ് നടത്തുക എന്നുള്ളത്. ആ യുദ്ധത്തിന് പോലും ഇളവ് കൊടുത്തിട്ടുള്ള ആളുകൾ നമുക്ക് കാണാൻ കഴിയും. കുടുംബവുമായി ബന്ധപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങളുള്ള ആളുകൾക്ക് അവിടെ പോലും ഇളവ് കൊടുത്ത് കാണാൻ കഴിയും. കുടുംബം ഇസ്ലാമിൽ അത്ര ഇമ്പോർട്ടൻ്റാണ്, അത്രയും ഇമ്പോർട്ടൻ്റാണ്. അത് ഈ തമാശകൾ ഏതെങ്കിലും ഒരു പ്രായത്തിലെ ഹോർമോൺ വേരിയേഷൻ്റെ സമയത്തെ ഒരു തിളപ്പിൻ്റെ സമയത്തെ തെറ്റായ തീരുമാനങ്ങളിൽ പെട്ടുപോരുന്നുള്ളതാണ്. ഒന്ന്, ഈ റിലേഷൻ്റെ ഓരോ മൊമെന്റുകളും ഹറാമാണ്. ഓരോ മൊമെന്റുകളും പടച്ചോൻ ചോദ്യം ചെയ്യുന്ന, പടച്ചോൻ അതിനനുസരിച്ച് എണ്ണി ശിക്ഷ തരാൻ പോകുന്ന തെറ്റായ കാര്യമാണ്. ഒരു സംശയമല്ല, തെറ്റായ കാര്യമാണ്. രണ്ട്, ചില ആളുകളൊക്കെ റിലേഷൻഷിപ്പിലായതിനു ശേഷം തെറ്റാണെന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ടാവും. ഞങ്ങൾക്ക് തിരിച്ചു പോരണമെന്നൊക്കെ ഉണ്ട്. തെറ്റാണെന്ന് അറിയാം, വലിയ മോശമാണെന്നറിയാം, എനിക്കെല്ലാം നൽകിയ പടച്ചോനോട് പറഞ്ഞതാണ് വേണ്ടെന്നുള്ളത്. എൻ്റെ ഭൗതിക ജീവിതത്തിലും നല്ലത് എന്താണ്, ഇതല്ലാത്തൊരു ബന്ധം വിവാഹത്തിലൂടെ തുടർന്നാണ് നല്ലത്. പക്ഷെ ഞാനിപ്പോൾ റിലേഷനിലാണ്, എനിക്ക് പോരാൻ പറ്റുന്നില്ല, ഇറങ്ങാൻ പറ്റുന്നില്ല. അവിടെ അവർ മനസ്സിലാക്കേണ്ടത് തെറ്റ് ചെയ്തു പോയി, ശരിയാണ്. അവിടെ ആ ത്യാഗം സഹിച്ചുകൊണ്ട്, ആ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ആ റിലേഷന് പിന്നിലേക്ക് പോരുന്നവർക്കാണ് സ്വർഗം. അംഹസിബത്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമ സ്വാബിരീൻ. നിങ്ങളിൽ ആരൊക്കെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്, നിങ്ങളിൽ ആരൊക്കെയാണ് ക്ഷമിക്കാൻ തയ്യാറായിട്ടുള്ളത് എന്ന് അള്ളാഹുവിന് തെളിയിച്ചു കൊടുക്കാതെ, അള്ളാഹുവിന് കാണിച്ചു കൊടുക്കാതെ, ഐ ആം റെഡി ടു സാക്രിഫൈസ് ദിസ്, ഞാൻ ഇത് ത്യജിക്കാൻ റെഡിയാണെന്ന് പടച്ചവന്റെ മുന്നിൽ തെളിയിക്കാതെ, അംഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പടച്ചവന്റെ മുന്നിൽ ചിലത് തെളിയിക്കണം നമ്മൾ. അത് ഈ റിലേഷൻ്റെ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ, പടച്ചവന്റെ മാർഗത്തിൽ സമയം മാറ്റി വെച്ച് നന്മകൾ ചെയ്ത് തെളിയിക്കണം. ഞാൻ ജിഹാദ് ചെയ്യാൻ, ധർമ്മസമരത്തിന് റെഡിയാണ്, ഞാൻ ക്ഷമിക്കാൻ റെഡിയാണ്. ആ തെളിയിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? റിലേഷനിലായിരിക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട ആളുകൾ ആ റിലേഷനിൽ നിന്ന് പിന്നിലേക്ക് പോരേണ്ടതുണ്ട്. ഇപ്പോൾ ചില ആളുകൾ അത്തരത്തിൽ ഇനിയിപ്പോൾ അതങ്ങനെ പോട്ടെ എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർ ചെറിയ കാര്യം പോലും ഒഴിവാക്കാൻ നമുക്ക് തയ്യാറല്ല നമ്മളെങ്കിൽ അതുപോലും ഒഴിവാക്കാൻ നമ്മൾ റെഡി അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ആ റിലേഷൻ ഇപ്പോൾ ഒഴിവാക്കി ഹറാമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിർത്തിവെച്ച്, ഹറാമായിട്ടുള്ള കാര്യം നേരത്തെ പറഞ്ഞു, അടുത്തിടപഴകലും ഒറ്റയ്ക്ക് സംസാരിക്കലും കൊഞ്ചിക്കൊഞ്ച് സംസാരിക്കലും സ്പർശിക്കലും പിന്നെ നോക്കലും തെറ്റാണ്. തെറ്റാണെന്ന് പറഞ്ഞാൽ ഖുലിൽ മുഅ്മിനാത്തി യഗ്ദുദ്ന മിൻ അബ്സ്വാരിഹിന്ന, നമ്മൾ പലപ്പോഴും തെറ്റിദ്ധാരണയാണ് പുരുഷന്മാർക്ക് മാത്രമേ നോക്കുന്നതുകൊണ്ട് പ്രശ്നമുള്ളൂ എന്നുള്ളത്. അല്ല, ഖുർആന്റെ കൽപ്പന സ്ത്രീകളായ വിശ്വാസികളോട് പറയുക, യഗ്ദുദ്ന മിൻ അബ്സ്വാരിഹിന്ന, അവളുടെ കണ്ണുകൾ താഴ്ത്താൻ പറയുക. കണ്ണുകൾ താഴ്ത്തുക എന്നുള്ളത് സ്ത്രീകളോട് കൂടിയുള്ള കൽപ്പനയാണ്. അപ്പോൾ നോക്കാതിരിക്കുക എന്നുള്ളതോട് ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത് റിലേഷനിലാണ് തീരെ പോരാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ആ വിഷയങ്ങൾക്കൊക്കെ പോസ് ചെയ്യുക, ചാറ്റിങ് നിർത്തുക, സംസാരം നിർത്തുക, നോക്കൽ പോലും നിർത്തുക. അയാളോട് പറയുക, രണ്ടുപേർക്കും വിവാഹപ്രായം എത്തുമ്പോൾ രണ്ടുപേരും ഈ ഒരു തിളപ്പിൽ നിന്ന് മാറി രണ്ടുപേരുടെയും ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും പരിഗണിച്ച് വീണ്ടും തോന്നുകയാണ് ഇണയായിട്ട് ഈ ആളെന്നെ മതി എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം ആലോചിക്കാം, ആ സമയത്ത് ആലോചിക്കാം. അതുവരെയുള്ള ആ ബന്ധം അവസാനിപ്പിക്കാനെങ്കിലും ഏറ്റവും കുറച്ച് നേരം നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നോട്ടം, സംസാരം, ഒറ്റക്കാകൽ, കൊഞ്ചിക്കൊഴയൽ, സ്പർശിക്കൽ അടക്കമുള്ള എല്ലാം സ്റ്റോപ്പ് ചെയ്യൽ നിർബന്ധമാണ്, അനിവാര്യമാണ്. അതിനൊരു വേറെ ഓപ്ഷൻ എന്നുള്ളതാണ്. എൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാം എന്ത് ചെയ്യുന്നു? കുടുംബത്തിലാണ് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. അത് തകരുന്നതിലേക്കാണ് ഈ ബന്ധങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് നമ്മുടെ ലൈഫിൽ ഡിസിഷൻസ് എടുക്കുന്നത് പലപ്പോഴും നമ്മളല്ല, നമ്മൾ ഈ സ്ക്രോളിങ്ങിലൂടെയും സോഷ്യൽ മീഡിയ ഫീഡുകളിലൂടെയൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഫീഡ് ചെയ്തിട്ടുള്ള
ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യാജ പ്രചരണങ്ങളിൽ നമ്മൾ അതിൽ പെട്ടുപോയി എന്നുള്ളതാണ്. സൂറത്ത് സുമറിൽ 39-ാം അധ്യായമായ സൂറത്ത് സുമറിൽ 9-ാം വചനം, ഖുൽ ഹൽ യസ്തവില്ലദീന ല യഅലമൂന വല്ലദീന ല യഅലമൂൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ എന്നൊരു ചോദ്യമാണത്. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട സമയം എപ്പോഴോ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് ഇസ്ലാമിലെ പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സ്വത്വം നിലനിർത്തിക്കൊണ്ട് ആരുടെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി അവരുടെ വ്യാജ പ്രചരണങ്ങളിൽ അബദ്ധങ്ങളിൽ ചാടിപ്പോവാതെ നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആധുനികതയുടെ എല്ലാ സാധ്യതകളെയും നമുക്ക് പിടിച്ചടക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ അരുതായ്മകളോട് നോ പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ തന്നെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് ഇതിലൊരു കാര്യം കൂടെ ചേർക്കാനുള്ളത്, ചെറിയ ചെറിയ സൂചനകളും ചിന്തിക്കാനുള്ള ചെറിയ ടിപ്സുകളും മാത്രമായിരിക്കും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. പഠനം ഇവിടെ നിർത്തരുത്. നമ്മൾ ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കണമെന്ന ശരിയായ സ്രോതസ് എന്ന് വീണ്ടും അടിവരയിട്ട് പറയുന്നു. ഈ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഫത്വകളോ അതല്ല ഇസ്ലാം, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും തലയിൽ കെട്ടിയിട്ട ആളുകൾ പറയുന്നതല്ല ഇസ്ലാം. ഇസ്ലാമിനെ പഠിക്കേണ്ടത് ഖുറാനിൽ നിന്നാണ്, പ്രമാണങ്ങളിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സമദിനൊരു ഇതിനെക്കുറിച്ച് ഒരു ഇത് സൂചിപ്പിക്കേണ്ടത് തോന്നുന്നു. നമ്മൾ നേരത്തെ കഴിഞ്ഞ പാനൽ ഡിസ്കഷനിൽ പറഞ്ഞ സോഴ്സുകൾ അത് ഗൗരവമായിട്ട് പരിഗണിക്കുക. അതേപോലെ നമ്മുടെ സംഘടനാപരമായ ഒരു സംവിധാനം, ഇഗ്നൈറ്റ് എന്ന് പറയുന്നൊരു സംവിധാനം, ഇഗ്നൈറ്റ് സ്കൂൾ ഓഫ് എത്തിക്സ് ആൻഡ് മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം MSMന് കീഴിൽ നിലവിലുണ്ട്. MSM IGM പ്രവർത്തകരെ ഫോക്കസ് ചെയ്തിട്ടാണ് അത് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് പഠിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഓൺലൈനായും ഓഫ്ലൈനായും ഒരുക്കുക എന്നുള്ളതാണ് ഇഗ്നൈറ്റിൻ്റെ ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് ഇത്തരം വിഷയങ്ങൾ സ്ത്രീ ജെൻഡർ വിഷയങ്ങൾ മാത്രമല്ല, എന്തുകൊണ്ട് ഇസ്ലാം ശരിയാണ്, എന്തുകൊണ്ട് പ്രവാചകൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹു ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്, ഇത്തരം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഇസ്ലാം പൂർണ്ണമായി മനസ്സിലാകാനും ഉൾക്കൊള്ളാനും ആവശ്യമുള്ള വിഷയങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇൻഷാ അല്ലാഹ് ഓരോ മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള ക്യാമ്പുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്യാമ്പുകൾ. അത്തരം ക്യാമ്പുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്തായാലും അതിൻ്റെ ഭാഗമാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇഗ്നൈറ്റിൻ്റെ ഓൺലൈൻ കോഴ്സുകളും ഇൻഷാ അല്ലാഹ് വൈകാതെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ആ ഓൺലൈൻ കോഴ്സുകളുടെയും ഭാഗമാകാൻ താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കണം എന്ന് പറയാണ്. ഇഗ്നൈറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇഗ്നൈറ്റ് കേരള, ignite_കേരള എന്ന ഇൻസ്റ്റഗ്രാം പേജ്, അത് ഫോളോ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അപ്ഡേഷനുകൾക്ക് സഹായിക്കും. ഒപ്പം തന്നെ അതിൽ ഓൺലൈൻ കണ്ടന്റുകൾ കൂടി വരുന്നുള്ളതാണ് സൂചിപ്പിക്കുക. അറിവിനേക്കാൾ പ്രധാനമാണ് തിരിച്ചറിവ് ഉണ്ടാകുക, അല്ലെങ്കിൽ ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കാനുള്ള, അതിനെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത്. പഠിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടി പറയാണ്, ഇവിടെ നിർത്തരുത്. ഈ ഒരു ഇതിൽ മാത്രം ഒതുങ്ങി പോരുത്. നമ്മുടെ ഓരോന്നിനെ കുറിച്ചിട്ട് ഇപ്പം നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ഓരോ സോഴ്സുകളും പരമാവധി ഉപയോഗിക്കുക. ഇസ്ലാമിനെ കൂടുതൽ അടുത്തറിയുക. ഇൻഷാ അല്ലാഹ് ഇത്രയും നേരം നമ്മോട് സംവദിച്ച, നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ക്ലാരിഫിക്കേഷൻസ്, അല്ലെങ്കിൽ ഇത്തരത്തം ഫീഡുകളിലൂടെ നമ്മളിൽ കയറിക്കൂടിയിട്ടുള്ള ഡൗട്ടുകൾ, അങ്ങനെ ഇസ്ലാമിനൊരു ചോദ്യചിഹ്നമായി നിർത്തിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളെയാണ് നമുക്കിവിടെ അനലൈസ് ചെയ്ത് റിസോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിന് സമദിനോട് കൃതജ്ഞത അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.